ക്ലാസ്സിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചെയ്യുന്ന എടുത്തുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ നമ്മൾ തിയറി ഓഫ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് വരെയായിരുന്നു പറഞ്ഞിരുന്നത്. പ്രിൻസിപ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഒരു H2Y2 എന്ന് പറയുന്നത് EDTA കേട്ടോ. കാൽഷ്യം അയണിലേക്ക് EDTA വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഐസോമെറിസത്തിലേക്കാണ് പോകുന്നത്. ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വരുന്ന ഐസോമെറിസം നമുക്ക് എല്ലാവർക്കും കൊച്ചിലെ മുതലേ അറിയുന്നൊരു കാര്യം. എന്താണ് ഈ ഐസോമെറിസം എന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമുക്കറിയാം, ഒരു കോമ്പൗണ്ടിലുള്ള മുഴുവൻ ആളുകളും അതേപോലെ തന്നെ മറ്റൊരു കോമ്പൗണ്ടിൽ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. അതായത് ഒരു കോമ്പൗണ്ടിൽ എന്തൊക്കെ ആൾക്കാരാണോ ഉള്ളത്, ഇതൊക്കെ ആറ്റംസ് ആണോ, ഇതൊക്കെ ആൾക്കാരാണോ ഉള്ളത്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരെ മറ്റൊരു കോമ്പൗണ്ടിലും കാണപ്പെടുന്നു. പക്ഷെ രണ്ടിൻ്റെയും പേര്, സ്ട്രക്ചർ, പ്രോപ്പർട്ടി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. അതായത് ഒരു അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആ ഒരു ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. അതായത് ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. ആറ്റങ്ങളും ലിഗാൻഡുകളുടെ എല്ലാം ഇപ്പം ഒരു കോമ്പൗണ്ടിലുള്ള ആളുകളെല്ലാം അതേപോലെ തന്നെ വേറൊരു കോമ്പൗണ്ടിലുണ്ടായിരിക്കും. പക്ഷേ അവരുടെ അറേഞ്ച്മെൻറ്റ്സ്, മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ലിഗാൻഡുകളാണെങ്കിലും ആറ്റത്തിൻ്റെയൊക്കെ ആണെങ്കിലും ആ ഒരു അറേഞ്ച്മെൻറ്റ്സിന് ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഉണ്ടാകുന്ന ഐസോമെറിസം. ആ ഐസോമെറിസം ഫിനോമിനൻ്റെ ഒരു ഇപ്പം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഐസോമെറിസം ഉണ്ടാകുന്നത്, അതേ മോളിക്കുലർ ഫോർമുലയുള്ള കോമ്പൗണ്ട്സുകൾ വ്യത്യസ്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഐസോമെറിസമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഐസോമെറിസം ബ്രോഡ്ലി ക്ലാസ്സിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. സ്ട്രക്ചറൽ ഐസോമെറിസവും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റീരിയോ ഐസോമെറിസവും ഉണ്ട്. ഇപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിൻ്റെ വ്യത്യാസം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ആ ഒരു ആറ്റങ്ങളുടെ ആ ഒരു ബോണ്ടിങ്ങിലൊക്കെ വരുന്ന ഒരു ഡിഫറൻസ് ആയിരിക്കും. ഇത് പല തരങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം തന്നെ ഡിവൈഡഡ് ഇൻറ്റു 4 ടൈപ്സ്. അതിൽ ഇപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താ, മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സ്ട്രക്ചറൽ ഐസോമെറിസം ഒക്കേഴ്സ് വെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷേ കണക്ടിവിറ്റിക്ക് എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ഉണ്ട്. ആറ്റംസും ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിക്ക് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരിടത്തിപ്പോൾ ഫസ്റ്റ് വന്ന ആൾ ചിലപ്പം അടുത്ത കോമ്പൗണ്ടിൽ സെക്കൻഡ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ആറ്റങ്ങളുടെ ആ ഒരു കണക്ടിവിറ്റിക്ക് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് കണക്ടിവിറ്റി ഓഫ് ആറ്റംസ്. അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസത്തിന് 4 ടൈപ്സ് ഉണ്ട്. അയണൈസേഷൻ ഐസോമെറിസം ഉണ്ട്, ഹൈബ്രേറ്റ് ഉണ്ട്, ലിങ്കേജ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ അയണൈസേഷൻ ഐസോമെറിസം. ഈ അയണൈസേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ CONH3 5Br SO4. അതുപോലെ തന്നെ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, CONH3 5SO4Br. ഇവിടെയുമുള്ള ആൾക്കാർ സെയിം അല്ലേ. ഇവിടെയും കൊബാൾട്ട് ഉണ്ട്, ഇവിടെയും കൊബാൾട്ട് ഉണ്ട്, ഇവിടെയും NH3 ഉണ്ട്, ഇവിടെയും NH3 ഉണ്ട്, ഇവിടെയും Br ഉണ്ട്, ഇവിടെയും Br ഉണ്ട്, ഇവിടെയും SO4 ഉണ്ട്, ഇവിടെയും SO4 ഉണ്ട്. സോ ഉള്ള ആൾക്കാരെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ബ്രോമിൻ വരുന്നത് കൗണ്ടർ അയണിട്ടാണ്. SO4 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെയും നോക്കിക്കേ, ഇവിടെ നേരെ തിരിച്ചാണ്, ബ്രോമിൻ വരുന്നത് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും SO4 കൗണ്ടർ അയണുമായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം അയണുകളായിട്ട്
ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റിലുള്ളവർ എന്ത് ചെയ്യില്ല, അയണുകളായിട്ട് ഇവരെന്ത് ചെയ്യില്ല, സ്പ്ലിറ്റ് ആകില്ല അല്ലേ. ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ടിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയണുകളെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഇവിടെ അയണായിട്ട് വരുന്നത് SO4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അയണായിട്ട് വരുന്നത് ബ്രോമിൻ ആണ് അല്ലേ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയണുകളെ കിട്ടുന്നു. അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നത്. ബിക്കോസ് ബ്രാക്കറ്റിലുള്ളവർ എന്താണ്, നോൺ അയണൈസബിൾ ആണ്. അവർ സെക്കൻഡറി ബാലൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡറി ബാലൻസി ഇസ് നോൺ അയണൈസബിൾ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയൺസിനെയാണ് നമുക്ക് ഇവിടെ. ഇപ്പോൾ BR എന്ന് പറയുന്നത് -1 ആണ്. ഈ SO4 എന്ന് പറയുന്നത് എത്രയാ, -2 ആണ്. അപ്പം ഇവിടെ ഇവരുടെ ചാർജ് എന്ന് പറയുന്നത് ഒന്ന് -2ഉം ഒന്ന് -1ഉം. അപ്പോൾ രണ്ടിടത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള അയണുകളാണ് നമുക്ക് കിട്ടുന്നത്. ഡിഫറെൻ്റ് അയണുകളാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് അയൺസിന് കിട്ടുന്നതാണ് അയണൈസേഷൻ ഐസോമേഴ്സം. അപ്പോൾ എങ്ങനെയാണ് ഒരു അയണൈസേഷൻ ഐസോമറെ നമുക്ക് എഴുതാൻ സാധിക്കുക? ഒരു കൗണ്ടർ അയൺ എന്താണ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കൗണ്ടർ അയൺ ഇപ്പോൾ ഇവിടെ കൗണ്ടർ അയൺ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് വരുന്നു, പകരം സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആൾ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് വരുന്നു, പകരം ഒരാൾ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. കണ്ടോ, BR പുറത്തേക്ക് പോയി. അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ. കൗണ്ടർ അയൺ അകത്തേക്ക് വന്നു, SO4 അകത്തേക്ക് വന്നപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള BR എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. അപ്പോൾ ഉള്ളിലിപ്പം ഇത്രയും ലിഗാൻഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നത് ആനയോണിക് ലിഗാൻഡുകൾ ആയിരിക്കും. നെഗറ്റീവ് ചാർജുള്ള ആളെ ആയിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്, പുറത്ത് എഴുതേണ്ടത്. സോ അത്രയേ ഉള്ളൂ അയണൈസേഷൻ ഐസോമർസം എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ ഒരു ലിഗാൻഡ് കോഗ്നിഷൻ സ്ഫിയറിൽ നിന്ന് മാറ്റി അത് പുറത്തുള്ള അയൺ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള അയണിന് വേണ്ടിയിട്ട് അത് സ്ഥലം മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസം. ഇപ്പം ഈ CONH3 5BrSO4 എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് SO4 2- ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു റെഡ് വയലറ്റ് കളറാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ CONH3 5SO4Br ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് Br- ആയിട്ട് വരുമ്പോഴത്തേക്കും അതെന്ത് കിട്ടും, അതൊരു റെഡ് കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സൊല്യൂഷനിൽ വ്യത്യസ്ത അയൺസ് ഉണ്ടാകുന്നു, അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ഹൈഡ്രേറ്റ് ഐസോമറിസം. അപ്പോൾ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത് ഒന്നുമില്ല. ഹൈഡ്രേറ്റ് ഐസോമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തിലിടുക അല്ലേ. ഹൈഡ്രേഷൻ അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ലിഗാൻഡിൽ വാട്ടർ മോളിക്യൂളുകൾ ഉണ്ടാവണം. കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന ലിഗാൻഡുകൾ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൽ എല്ലായിടത്തും വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. കണ്ടോ, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സോ ലിഗാൻഡുകളിൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവണം. വെളിയിൽ കൗണ്ടർ അയൺസും ഉണ്ടാവണം. വെളിയിൽ കൗണ്ടർ അയൺസും ഉണ്ടായിരിക്കണം. നെഗറ്റീവ് ആനയോണിക് ലിഗാൻഡ് ആയിരിക്കണം വെളിയിലിട്ടിട്ട് കൗണ്ടർ അയണിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അകത്തിട്ടു. ഇതിപ്പം ചെയ്യുന്നത് ഇവിടെ ഇപ്പം സംഭവിച്ചത് നെഗറ്റീവായിട്ടുള്ള ആളെ ഇപ്പം ഇങ്ങനെയുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. ഇപ്പം 6 എണ്ണത്തിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ഇവിടെ H2O എന്ന് പറയുന്നത് എത്രയാ, 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണത്തിൽ ഒരു മാറ്റവും വരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആനയോണിക് ലിഗാൻഡ് വെളിയിലിട്ടിട്ട് നമ്മൾ കൗണ്ടർ അയോണിനെ എടുത്ത് അകത്തിടണം. കൗണ്ടർ അയോണിനെ എടുത്ത് അതിനിവിടെ Cl3 കണ്ടോ, ഇവിടേക്ക് വന്നപ്പോൾ ഒരു Cl ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നെഗറ്റീവ് ആനയോണിക് ലിഗാൻഡ് എന്ത് ചെയ്തു, ഒരെണ്ണം പുറത്തേക്ക് പോവുകയും ചെയ്യും. നെഗറ്റീവ് ആനയോണിക് ലിഗാൻഡ് വെളിയിലിട്ടിട്ട് കൗണ്ടർ അയോണിനെ എടുത്ത് അകത്തിട്ടു. H2O വെളിയിലേക്ക് കൊടുത്തിട്ട് കൗണ്ടർ അയോണിനെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ H2O6 Cl3 ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു 6 എണ്ണത്തിൽ നിന്ന് ഒരു മാറ്റം, H2O 6 ആണുള്ളത്, അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇത് നെഗറ്റീവ് അയണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു H2O എടുത്ത് പുറത്തിട്ടു. അതേപോലെ തന്നെ കൗണ്ടർ അയൺ ഇവിടെ 3 ആയിരുന്നു, അതിൽ ഒരാളെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അകത്തിട്ടു. അപ്പോൾ എണ്ണത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇവിടെ ക്രോമിയം ഉണ്ട്, ഇവിടെ ക്രോമിയം ഉണ്ട്, ഇവിടെ H2O 6 എണ്ണം ഉണ്ട്, ഇവിടെ H2O 6 എണ്ണം ഉണ്ട്, ഇവിടെ ക്ലോറിൻ 3 എണ്ണം ഉണ്ട്, ഇവിടെ ക്ലോറിൻ 3 എണ്ണം ഉണ്ട്.
അപ്പം കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ലിഗാൻഡിൽ വാട്ടർ മോളിക്യൂളുകൾ ഉണ്ടാവണം. ഇനിയിപ്പോൾ നമുക്ക് 5 തന്നെ ഇപ്പോൾ ഇത് ഒരെണ്ണം തന്നെ പുറത്തെടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണത്തിന് പുറത്തെടുക്കാം, 2 വാട്ടറിനെ ഇപ്പോൾ നമുക്ക് പുറത്തിറക്കാം. ഓക്കെ, ഇപ്പോൾ 2 വാട്ടറിനെ പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2 ക്ലോറിനെ അകത്തും കയറ്റാം. അപ്പം ഇങ്ങനെ വരും, അപ്പം അതാ ഇങ്ങനെ വരും. അപ്പോൾ H2O4 ആയി. രണ്ടെണ്ണത്തിന് നമ്മളെടുത്ത് വെളിയിലിട്ടു. 2H2O കണ്ടോ, 2H2O ബ്രാക്കറ്റിൻ്റെ വെളിയിലാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 2 ക്ലോറിൻ ഉള്ളതിൽ നിന്ന് ഒരു ക്ലോറിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലോറിനെയും കൂടി നമ്മൾ അകത്തേക്ക് കയറ്റി. അതുണ്ടോ, അപ്പം ഇങ്ങനെ വരും. എണ്ണത്തിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല എന്നേ ഉള്ളൂ. എത്ര എണ്ണം ഇവിടെ ഉണ്ടോ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടാണ്. പക്ഷെ നമുക്ക് എത്ര പേരെ പുറത്തേക്ക് ഇറക്കുന്നതിന് അകത്തേക്ക് കയറ്റും, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ആ എണ്ണങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്നേ ഉള്ളൂ. അതാണ് എന്ത്, ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമേഴ്സ്. ഇനി അടുത്തതാണ് ലിങ്കേജ് ഐസോമേഴ്സ്. ഇപ്പോൾ ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദാ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ പെൻറ്റാമിൻ നൈട്രേറ്റോ ഇൻ കോബാൾട്ട് 3 അയണാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കോബാൾട്ട് ഉണ്ട്, ഇവിടെ ഒരു കോബാൾട്ട് ഉണ്ട്, ഇവിടെ NH3 ഉണ്ട്, ഇവിടെ NH3 ഉണ്ട്, ഇവിടെ NO2 ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ 2 NOയും ഒരു NO ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അത് ഇവിടെയുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും സെയിം ആൾക്കാരാണോ? അല്ല. ഇവിടെ നൈട്രേറ്റോ N ആണ് അല്ലേ, NO2 എന്ന് പറയുന്നത് നൈട്രേറ്റോ N. ONO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നൈട്രേറ്റോ ഓയാ, നൈട്രേറ്റോ ഓയാ അല്ലേ, നൈട്രേറ്റോ ഓയാ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. പെൻറ്റാമിൻ നൈട്രേറ്റോ ഓയാണ് കേട്ടോ, ഇത് നൈട്രേറ്റോ N ആണ്. NO2 എന്ന് പറയുന്നത് നൈട്രേറ്റോ N ആണ്, ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പെൻറ്റാമിൻ എന്ന് പറയുന്നത് നൈട്രേറ്റോ N ആണ്, NO2 എന്ന് പറയുന്നത് നൈട്രേറ്റോ N ആണ്, ONO എന്ന് പറയുന്നത് നൈട്രേറ്റോ O ആണ്. ഓക്കെ, അപ്പോൾ പെൻറ്റാമിൻ നൈട്രേറ്റോ O കോബാൾട്ട് 3 ക്ലോറൈഡ് ആയിൽ നിന്നാണ് വരുന്നത്. കോബാൾട്ട് 3 ക്ലോറൈഡ് ഇല്ല, ഞാൻ തെറ്റിപ്പോയതാണ്. പെൻറ്റാമീൻ നൈട്രേറ്റോ O കോബാൾട്ട് 3 ആയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പക്ഷേ രണ്ടുപേരും 2 ആൾക്കാരായല്ലേ. ഈ 2 കോമ്പൗണ്ട്സിലും സെയിം ആൾക്കാരാണ്, ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻഡുകളാണ്. ലിഗാൻഡുകൾക്ക് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ NO2ഉം ഇവിടെ ONOയും ആണ്. ലിഗാൻഡുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റിൽ നൈട്രജൻ വഴിയാണ് എന്ത് വന്നിരിക്കുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡോണർ ആറ്റം നൈട്രജനും ഇവിടുത്തെ ഡോണർ ആറ്റം ഓക്സിജനും ആണ്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ലിങ്കേജ് ഐസോമറിസത്തിൻ്റെ ഡിഫറൻസ്. രണ്ടും ഇപ്പോൾ വേറെ വേറെ കോമ്പൗണ്ട് അല്ലേ, രണ്ടിൻ്റെയും പേര് ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഇതിലെന്താണ്, നൈട്രജൻ വഴിയാണ് ലിങ്കേജ്, ഇവിടെ ഓക്സിജൻ വഴിയാണ് ലിങ്കേജ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ടിൽ എങ്ങനെയുള്ളവരാണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്? ആരെന്തെങ്കിലാണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്? ഒരു കോമ്പൗണ്ടിൽ ആംബിഡെൻഡായിട്ട് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അവിടെ ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത് പോലെ NO2 ONO CN- in C-, SCN- in CS-, NO2- ONO-, അങ്ങനെയുള്ള ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകളാണ് എന്ത് കാണിക്കുന്നത്, ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നത്. ആരാണ് ഈ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ? നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ആരാണ് ഈ ആംബിഡെൻഡേറ്റ് ലിഗാൻഡുകൾ എന്ന് പറയുന്നത്? ആരെയാണ് നമ്മൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്? 2 ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും, ബട്ട് അറ്റ് എ ടൈം ഒരാൾ മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവരാണ് എന്ത്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ഇപ്പോൾ ഇവിടെ 2 ഡോണറുണ്ട്, നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്, പക്ഷേ അറ്റ് എ ടൈം ബോണ്ടിങ്ങിൽ ഇവിടെ വന്നിരിക്കുന്ന നൈട്രജൻ ആണ്. അതുപോലെ ഇവിടെയും 2 ഡോണർ ആറ്റംസ് എന്താണ്, ഓക്സിജനുണ്ട് നൈട്രജനുണ്ട്, പക്ഷേ ഇവിടെ ബോണ്ടിങ്ങിൽ ഇപ്പം ഏർപ്പെട്ടിരിക്കുന്നത് ആരാ, ഓക്സിജനാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഓക്കെ, അറ്റ് എ ടൈം ഒരാളെ എന്ത് ചെയ്യുള്ളൂ, ബോണ്ടിങ്ങിൽ ഏർപ്പെടുത്തുള്ളൂ. അതാണ് എന്ത്, ലിങ്കേജ് ഐസോമറിസം.
ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്സ് ആയിരിക്കും ഈ ലിങ്കേജ് ഐസോമെറിസത്തിൽ വരുന്നത്. സോ അറ്റ് എ ടൈം ഒരു ആറ്റം മാത്രമേ ബോണ്ടിങ്ങിൽ ഏർപ്പെടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. അപ്പോൾ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്സ് ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ലിങ്കേജ് ഐസോമെറിസത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ ഐസോമെറിസം. കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് രണ്ട് കോംപ്ലക്സുകൾ കാണാം അല്ലേ. ഇത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഇവിടെ കാറ്റോൺ എൻറ്റൈറ്റി ഉണ്ട്, ആനോൺ എൻറ്റൈറ്റി ഉണ്ട്. അതായത് നമുക്ക് കാറ്റോൺ എൻറ്റൈറ്റി ഉണ്ട്, ആനോൺ എൻറ്റൈറ്റി ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോംപ്ലക്സുകളാണ്, കാറ്റോൺ കോംപ്ലക്സും ഉണ്ട്, ആനോൺ കോംപ്ലക്സും ആണ്. അപ്പോൾ ലിഗാൻഡുകളെ എന്ത് ചെയ്യുന്നു, പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തെഴുതിയാൽ അതാണ് എന്ത്, കോർഡിനേഷൻ ഐസോമെറിസം. ഇവിടെ നോക്കിക്കേ, ഇവിടെ CO NH3 6 CrCN6. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു പരസ്പരം ലിഗാൻഡുകളെ തിരിച്ചെഴുതി. അപ്പോൾ ഇവിടെ CO നമ്മൾ NH3 ആയിരുന്നു കിടന്നിരുന്നത്, പക്ഷെ അവിടെ ആരെ കൊണ്ടുവന്നു, CN6നെ കൊണ്ടുവന്നു. അതുപോലെ ക്രോമിയത്തിൽ CN6 ആയിരുന്നു കിടന്നിരുന്നത്, അവിടേക്ക് ആരെ കൊണ്ടുവന്നു, NH3 കൊണ്ടുവന്നു. ലിഗാൻഡുകളെ പരസ്പരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ എക്സ്ചേഞ്ച് ലിഗാൻഡ്സ് ക്യാൻ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു. ഇതാണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ സെൻട്രൽ മെറ്റൽ അയണുകളെ അല്ലേ തിരിച്ചെഴുതിയെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് തോന്നാം അല്ലേ. ഇപ്പോൾ ദേ ഇവിടെ CR ആയിരുന്നു CN6ൻ്റെ കൂടെ, ഇവിടെ കൊബാൾട്ട് ആയിരുന്നു NH3യുടെ കൂടെ. അപ്പോൾ വേണമെങ്കിൽ ഈ ക്രോമിയം വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ കൊബാൾട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോയതല്ലേ, സെൻട്രൽ മെറ്റൽ അയണുകളെയല്ലേ നമ്മൾ തിരിച്ചെഴുതിയതെന്ന് വേണമെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നാം. പക്ഷേ അവിടെ അങ്ങനെയല്ല, നമ്മൾ ലിഗാൻഡുകളെയാണ് തിരിച്ചെഴുതേണ്ടത്. കാരണം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ CO, ഇവിടെ ഇപ്പം നമുക്ക് ക്രോമിയത്തിൻ്റെ ചാർജ് നമുക്ക് അറിയാം, അതെത്രയാ, 3+ ആണല്ലേ, അത് 3+ ആണ്. ഓക്കെ, അപ്പം 3+ ആകുമ്പോഴത്തേക്കും കൊബാൾട്ട് എന്തായിരിക്കും, 3- ആയിരിക്കുമല്ലോ, 3- ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ചപ്പോഴേ നമ്മളൊരു കോമ്പൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ആരെ എഴുതാൻ പാടുള്ളൂ, ആദ്യം നമ്മൾ എഴുതേണ്ട സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മളിപ്പോൾ ഇവിടെ ആരും സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ചാർജ് ഇയാളുടെ 3+ ആ, ഇയാളുടെ 3- ആ. അപ്പോൾ നമ്മൾ ആദ്യം ആരെ എഴുതണം, നമ്മൾ സാധാരണ ആരെ എഴുതേണ്ടത്, കാറ്റയോണിനെയല്ലേ നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ക്രോമിയത്തിനെയല്ലേ നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ ആനോണിനെ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇയാൾക്ക് 3+ഉം ഇയാൾക്ക് 3- അപ്പം പോസിറ്റീവ് ചാർജുള്ള ആളെയാണ് നമ്മൾ, കാറ്റയോണിനെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്രോമിയത്തിനെ നോക്കിയിട്ട് നമ്മൾ ആദ്യം എഴുതാവുള്ളൂ. അപ്പോൾ സെൻട്രൽ മെറ്റൽ അയണുകളെ തിരിച്ചെഴുതിയാൽ മതിയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ക്രോമിയം ഇട്ട് കൊടുക്കാം. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ നമ്മൾ തിരിച്ചെഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ NH3യുടെ കൂടെ ക്രോമിയം ഇട്ട് കൊടുക്കാം, അങ്ങനെയാണ് എഴുതാം. അതുപോലെ തന്നെ CN6ൻ്റെ കൂടെ കൊബാൾട്ടിനെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും എഴുതാം. അങ്ങനെയല്ല, മനസ്സിലായോ, അങ്ങനെയല്ല. കൊബാൾട്ടിൻ്റെ കൂടെ ഇപ്പോൾ കൊബാൾട്ടിൻ്റെ കൂടെ CN6 എടുത്ത് എഴുതിയാൽ പോരെ, എന്നാൽ കൊബാൾട്ടിൻ്റെ കൂടെ CN6 അങ്ങനെ എടുത്ത് അങ്ങനെ എഴുതാം, ക്രോമിയത്തിൻ്റെ കൂടെ NH3 അങ്ങനെ അങ്ങ് എടുത്തെഴുതാം. അപ്പോൾ ആദ്യം അങ്ങനെ എഴുതരുത്, ആദ്യം നമ്മൾ അങ്ങനെ എഴുതാനേ പാടില്ല. കാരണം കൊബാൾട്ട് ആദ്യം വരത്തില്ല, കാരണം കൊബാൾട്ട് ഒരു ആനയോണാണ്. നമ്മളെപ്പോഴും കാറ്റയോണിനെ ആദ്യമേ എഴുതത്തുള്ളൂ, മനസ്സിലായോ. അപ്പോൾ ആദ്യം കാറ്റയോൺ ഏതാണ് എന്ന് നോക്കിയിട്ട് കാറ്റയോണിൻ്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ എഴുതുക, എന്നിട്ട് ലിഗാൻഡ്സിനെ എന്ത് ചെയ്യാളൂ, ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. ലിഗാൻഡ്സ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ്. അതാണ് എന്ത്, കോർഡിനേഷൻ ഐസോമെറിസം. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ ഐസോമെറിസം കാറ്റയോണിക്കും ആനോണിക് കോംപ്ലക്സുകളിൽ ലിഗാൻഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ അടുത്തതാണ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം. അപ്പോൾ ഈ കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോർഡിനേഷൻ ഐസോമെറിസം തന്നെയാണ്. ഇപ്പോൾ കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ഐസോമെറിസത്തിൻ്റെ വേറൊരു രൂപം, ഒരു സ്പെഷ്യൽ രൂപം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു ലിഗാൻഡ് രണ്ട് വ്യത്യസ്ത മെറ്റൽ സെൻറ്ററുകളിൽ എന്ത് ചെയ്യും, സ്ഥാനം മാറും. അതായത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when the position of the ligand changes between two metal centers in polynuclear complex. ഈ ഐസോമെറിസം പോളിന്യൂക്ലിയർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണ് കാണപ്പെടുന്നത്. കാരണം ഒരു ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യാണ്, ഇപ്പം
നമ്മളിപ്പോൾ ലിഗാൻഡിൻ്റെ സ്ഥാനം മെറ്റൽ സെൻറ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷെ മോളിക്കുലർ ഫോർമുല റിമെയിൻസ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പം ലിഗാൻഡിൻ്റെ സ്ഥാനം മെറ്റൽ സെൻറ്റേഴ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. കോർഡിനേഷൻ്റെ തന്നെ വേറൊരു രീതി, അത്രയേ ഉള്ളൂ. സെയിം സാധനം തന്നെയാണ് ഇവിടെയും. ലിഗാൻഡുകൾക്കല്ലേ സ്ഥാനം മാറുന്നത്, ലിഗാൻഡുകളല്ലേ സ്ഥാനം മാറുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു വേറൊരു രീതി. ഇപ്പം ലിഗാൻഡുകൾ ചേഞ്ച് അല്ലേ, അതായത് മറ്റേതെന്ന് പറയുന്നത് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് കോംപ്ലക്സുകളിലായിരുന്നു ലിഗാൻഡ്സ് ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ മെറ്റൽ അയണുകൾക്കാണ് അങ്ങനത്തെ ഒരു ലിഗാൻഡ് രണ്ട് വ്യത്യസ്ത മെറ്റൽ സെൻറ്ററുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനം മാറുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, രണ്ട് മെറ്റലുകൾ ഏകദേശം സെയിം ഇത് തന്നെയാണ്, നമ്മുടെ കോർഡിനേഷൻ ഐസോമറിസം തന്നെയാണ്. രണ്ട് മെറ്റൽ സെൻറ്ററുകൾക്ക് ഇടയിലുള്ള ലിഗാൻഡ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽ സെൻറ്ററുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലിഗാൻഡ്സ് ചേഞ്ച് ആവുന്നതിനെയാണ് പൊസിഷൻ ഓഫ് ദ ലിഗാൻഡ് ചേഞ്ചസ് ബിറ്റ്വീൻ ടു മെറ്റൽ സെൻറ്റേഴ്സ് ഇൻ എ പോളിന്യൂക്ലിയർ കോംപ്ലെക്സ്. അത്രയേ രണ്ട് ന്യൂക്ലിയർ കോംപ്ലക്സിൻ്റെ ഈ ഐസോമറിസം പോളിന്യൂക്ലിയർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണ് കാണപ്പെടുന്നത്. അത്രയേ ഉള്ളൂ. അതായത് ഒരു ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്ത് ഒരു മെറ്റൽ കോംപ്ലക്സിലേക്ക് വരുന്നു, ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ ക്രിയേറ്റ്സ് എ ന്യൂ ഐസോമർ. അത്രയേ ഉള്ളൂ. ഇനി സ്റ്റീരിയോ ഐസോമറിസം. ഈ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ ഐസോമറിസത്തിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് കാണുന്നത് സ്റ്റീരിയോ ഐസോമറിസത്തിൽ വരുന്നതാണ് രണ്ട് ടൈപ്പായിട്ടാണ് മെയിനായിട്ടുള്ളത്. ജിയോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, അതിൽ സിസും ട്രാൻസും ഒക്കെ വരുന്നുണ്ട്, ഫിഷും മെറിഡിയൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ ഐസോമറിസത്തിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ആറ്റങ്ങളുടെ ബന്ധം ഒരേപോലെ ആയിരുന്നാലും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് എന്തായിരിക്കും, ആ ഒരു ആറ്റങ്ങളുടെ ബോണ്ടിങ് ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും സ്റ്റീരിയോ ഐസോമറിസത്തിൽ. പക്ഷേ ആ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലേ, അതിന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കോമ്പൗണ്ട്സിന് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരങ്ങളിലാണ് സ്റ്റീരിയോ ഐസോമറിസം ഉള്ളത്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇതിൽ ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്ന് നോക്കാം. ജോമെട്രിക്കൽ ഐസോമറിസത്തിലാണ് സിസും ട്രാൻസും ഒക്കെ വരുന്നത്. സിസ് ഐസോമറിസവും ട്രാൻസ് ഐസോമറിസവും വരുന്നത്. അപ്പം സിസും ട്രാൻസും എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലിഗാൻഡ്സിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ സിസും ട്രാൻസും സംഭവിക്കുന്നത്. അതായത് ജിയോമെട്രിക്കൽ ഐസോമറിസം സംഭവിക്കുന്നത്. സാധാരണ ഇപ്പോൾ സ്ക്വയർ പ്ലെയിനർ, ഇപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 പോലെയുള്ള സ്ക്വയർ പ്ലെയിനർ അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സുകളിലാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണുന്നത്. എവിടേക്കാണ്, ഒക്ടാഹീഡ്രലിലും അതേപോലെ തന്നെ സ്ക്വയർ പ്ലെയിനറിലുമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒക്ടാഹീഡ്രലിലും അതുപോലെ തന്നെ സ്ക്വയർ പ്ലെയിനറിലുമാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഒരു കോർഡിനേഷൻ നമ്പർ 4 വരുന്ന ആൾ നമ്മളെടുത്തു, അതാണ് സ്ക്വയർ പ്ലെയിനർ. സ്ക്വയർ പ്ലെയിനർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം കോർഡിനേഷൻ നമ്പർ. ഇപ്പോൾ ടെട്രാഹീഡ്രൽ കോംപ്ലക്സസ് എന്താണ്, ജനറലി ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. കാരണം ഒരു സിമെട്രിക്കൽ ഹൈ ആണ്, ഓൾ പൊസിഷനും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടെട്രാഹീഡ്രൽ കാണിക്കില്ല. സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സ് കാണിക്കും. ഫോർ എക്സാമ്പിൾ Ma2B2, Ma2BC, Ma2C അങ്ങനെയൊക്കെയുള്ളവർ കാണിക്കും. കാരണം എന്താ വെച്ചാൽ Ma2BC കണ്ടോ, Ma2CD അത് ഇങ്ങനെയുള്ളവരൊക്കെ കാണിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് അവർ സ്ക്വയർ പ്ലെയിനറാണ്, അതുകൊണ്ട് അവർക്ക് എന്താണ് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഇപ്പം സിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ലിഗാൻഡ്സ് എന്തായിരിക്കും, അഡ്ജസൻ്റ് ആയിരിക്കും. സിമിലർ ലിഗാൻഡ്സ് ഇത് അവിടെ കാണുന്ന പോലെ അഡ്ജസൻ്റ് ആയിരിക്കും. സിമിലർ ലിഗാൻഡ്സ് ഇവിടെ അഡ്ജസൻ്റ് ആയിരിക്കും. ട്രാൻസ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ സിമിലർ ലിഗാൻഡ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള. ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിളിൻ്റെ ആവശ്യമില്ലാതെ അവിടെ ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ P പ്ലാറ്റിനം ക്ലോറിൻ NH3 ട്രേസ്. അപ്പം Cl2 രണ്ടെണ്ണം ഉണ്ട്, NH3 രണ്ടെണ്ണം ഉണ്ട്. അപ്പം അവർ Cl ലിഗാൻഡ്സ് എന്തായിരിക്കും, അഡ്ജസൻ്റ് ആയിരിക്കും. ട്രാൻസിലാകുമ്പോൾ Cl ലിഗാൻഡ്സ് എന്തായിരിക്കും,
ഓപ്പോസിറ്റ് ആയിരിക്കും. ദാ ഇവിടെ നോക്കി പി വൈ ലിഗാൻസ് എന്താണ് അഡ്ജസൻ്റ് ആണ്. ട്രാൻസിലേക്ക് വരുമ്പം പി വൈ ലിഗാൻസ് ഓപ്പോസിറ്റ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്. ഇക്വിവാലന്റ് പൊസിഷൻ ഇല്ലാതെ അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പം അങ്ങനെ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം നമ്മൾ എന്താണെന്ന് കുറച്ച് ജോമെട്രിക്കലി കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് പൊസിഷൻ ചേഞ്ചസ് ബിറ്റ്വീൻ മെറ്റൽ സെൻറ്റേഴ്സ് പോളിന്യൂക്ലിയർ കോംപ്ലക്സുകളൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത് സെയിം ബോൺസ് ആയിരിക്കും ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷ്യൽ അറേഞ്ച്മെൻറ്റ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. സ്ക്വയർ പ്ലെയിനാർ നമ്മൾ കണ്ടു, സിസ്റ്റോട്രാൻസ് കണ്ടു, അതേപോലെ തന്നെ ഒക്ടാഹീഡ്രലിലും സിസ്റ്റോട്രാൻസ് വരുന്നുണ്ട്. പിന്നെ ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകൾ യൂഷ്വലി ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ടെട്രാഹീഡ്രലും. അതെന്തെയ്യുന്നു സിമെട്രിക്കലി മേക്സ് ഓൾ പൊസിഷൻസ് ഇക്വിവാലൻറ്റ്. ഒക്ടാഹീഡ്രൽ എല്ലാം സിമെട്രിക്കലി എന്താണ് ഓൾ പൊസിഷൻസും ഇക്വിവാലൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ലിഗാൻഡിൻ്റെ നേരത്തെ നമ്മൾ കോർഡിനേഷൻ ഐസോമെറിസം പഠിച്ചപ്പോഴത്തേക്കും ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ വിട്ടുപോയി. അത് കാണിച്ചേക്കാം. ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ലിഗാൻഡുകൾക്കാണ് സെൻട്രൽ മെറ്റൽ ആറ്റം മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ലിഗാൻഡുകളുടെ ചേഞ്ചാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ NH3 ലിഗാൻഡിന് എന്താണ് CO യിലായിരുന്നു, പക്ഷെ അതെന്തായി ഇപ്പുറത്തേക്ക് ക്രോമിയത്തിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് വന്നു. അപ്പോൾ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും, സെയിം ആയിരിക്കും, പക്ഷേ കാറ്റയോൺ ആനിയൻ കോർഡിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ വിട്ടുപോയതുകൊണ്ട് നേരത്തെ പോലെ തന്നെ ഏകദേശം സിമിലറാണ്. അപ്പം അത് തന്നെയാണ് കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞത് ജോമെട്രിക്കൽ ഐസോമെറിസം ആയിരുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ലിഗാൻഡ്സിൻ്റെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസപ്പെടുമ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം ഫോം ചെയ്യും. സാധാരണ അതെവിടെയാണ് സ്ക്വയർ പ്ലെയിനാർ കോർഡിനേഷൻ നമ്പർ 4 വരുമ്പോൾ, അല്ലെങ്കിൽ ഒക്ടാഹീഡ്രൽ കോർഡിനേഷൻ നമ്പർ 6 വരുമ്പോഴാണ് കോംപ്ലക്സിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് കോർഡിനേഷൻ നമ്പർ 4 വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ ആണത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. കണ്ടോ, സിസ് ഐസോമർ അഡ്ജസൻ്റ് ആയിരിക്കും, ട്രാൻസ് ഐസോമർ എന്തിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരേപോലെയുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. സിസ് ആകുമ്പോൾ ഒരേപോലെയുള്ള ആൾക്കാർ അഡ്ജസൻ്റ് ആയിരിക്കും. ഇനി അതായത് അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഒപ്പം വരുന്നതാണ്. CL ലിഗാൻസ് ഇവിടെ ഒപ്പം വരുന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ CL ലിഗാൻസ് എന്താണ് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരുന്നത്, അതാണ് ട്രാൻസ് ഐസോമേഴ്സ്. ഓക്കെ, ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പം എന്താ സംഭവിക്കുന്നത്, കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോഴത്തേക്കും സിസ് ഐസോമർ CL ലിഗാൻസ് എന്തായിരിക്കും, CL ലിഗാൻസ് അഡ്ജസൻ്റ് ആയിരിക്കും. ആൻഡ് ട്രാൻസ് ഐസോമറിൽ CL ലിഗാൻസ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിലെ ലിഗാൻസിൻ്റെ പൊസിഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസപ്പെടുമ്പോഴാണ്, അതായത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിൽ ലിഗാൻസിൻ്റെ പൊസിഷൻസിനെ കുറിച്ച് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസപ്പെടുമ്പോഴാണ് എന്ത് സിസ് ട്രാൻസ് ഐസോമേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സസ് നമുക്കൊന്ന് നോക്കാം. സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളിൽ ലിഗാൻഡ് സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളിൽ ഇപ്പം ഈ A എന്ന് പറയുന്നത് എന്താണ്, A എന്ന് പറയുന്നത് സെയിം സൈഡ് ലിഗാൻഡാണ് കേട്ടോ. A എന്ന് പറയുന്നത് M എന്ന് പറയുന്നത് മെറ്റൽ ആറ്റമാണ്, A എന്ന് പറയുന്നത് മെറ്റൽ ആറ്റമാണ്,
ലിഗാൻഡുകളാണ്, എയും ബിയും ലിഗാൻഡുകളാണ്. മെറ്റൽ ആറ്റമാണ് സെൻട്രൽ എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ പ്ലെയിനർ സിസ് ഓപ്പോസിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എക്സാമ്പിളാണ് അവിടെ കൂടുതൽ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ പി വൈ എന്ന് പറയുന്ന പീരിയഡിനാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾക്കിവിടെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെയും ഇത് ഈ ഒരു സ്ക്വയർ പ്ലെയിനർ എന്ന് പറയുന്ന ഷേപ്പ് തന്നെ നമുക്കറിയാലോ. ഇതങ്ങനെ സിസ് ആൻഡ് ട്രാൻസ് ആണ്. സിസ് ആകുമ്പോൾ അഡ്ജസ്റ്റൻ്റ് ആകുമ്പോൾ ഒരേപോലെയുള്ള ആൾക്കാർ, ട്രാൻസ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ സ്ക്വയർ പ്ലെയിനർ കോംപ്ലക്സുകൾ എം ബി സി ഡി തന്നിട്ടുണ്ട്. എം ബി സി ഡിയും സെയിം അതുപോലെ തന്നെ ലിഗാൻഡ്സ്. എം ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ എ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ്, ബി എന്ന് പറയുന്ന വേറൊരു ലിഗാൻഡ്, സി എന്ന് പറയുന്ന വേറൊരു ലിഗാൻഡ്, ഡി എന്ന് പറയുന്ന ലിഗാൻഡ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഓൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3 പോസിബിൾ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് നമുക്ക് അവിടെ ഒരു ലിഗാൻഡിൻ്റെ എ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ലിഗാൻഡ്സ് അവിടെയുണ്ട്. പി ടി സെൻട്രൽ മെറ്റൽ ആറ്റം, NO2, C2, സോറി H3, C2H3N, പിന്നെ NH3 ഉണ്ട്, പിന്നെ എന്താണ് NH2O2H ഉണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ നമുക്ക് എന്താ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓരോരുത്തരെ ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകും. അപ്പം 3 ജോമെട്രിക്കൽ ഐസോമേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. പലരെയും പല പ്ലേസിലാക്കി അറേഞ്ച് ചെയ്യും. ഇപ്പോൾ NH3 ഇവിടെയാണ് വന്നെങ്കിൽ പിന്നെ NH3 ഇവിടെ ആക്കാം, പിന്നെ NH3 ഇവിടെ ആക്കാം. അങ്ങനെ പല സ്പേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എ ബി ട്വേസ് ടൈപ്പാണ്. കണ്ടെയ്ൻസ് ബൈഡെൻഡേറ്റ് അൺസിമെട്രിക്കൽ ലിഗൻസ് ആണ് കേട്ടോ. ബൈഡെൻഡേറ്റ് ആയിട്ടുള്ള, അതായത് സെൻട്രൽ മെറ്റലായിട്ട് 2 ബോൺസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നിലധികം ബോൺസ് ഫോം ചെയ്യുന്നവരെയാണ് ബൈഡെൻഡേറ്റ് ലിഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈസിൻ ആണ് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്ലൈസിൻ ഉണ്ട്. അപ്പം സിസും ട്രാൻസും ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അഡ്ജസൻ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രയും. പിന്നെ അതാണ് അവിടെ പറയുന്നത്, വേറൊന്നുമില്ല. ഒക്ടോഹീഡ്രൽ കോംപ്ലക്സുകൾ കോർഡിനേഷൻ നമ്പർ 6 വരുന്നതാണ്. ഒക്ടോഹീഡ്രൽ കോംപ്ലക്സ് കോർഡിനേഷൻ 6ൽ ലിഗൻസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസപ്പെടുമ്പോഴാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സും കാണപ്പെടുന്നത്. അപ്പോൾ കോംപ്ലക്സസ് ഓഫ് ദ ടൈപ്പ് MA3 ആൻഡ് MA4 B2 ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. MA4 B2. അപ്പം MA3 MA4 B2 ടൈപ്പ് കോംപ്ലക്സസ് എന്ത് ചെയ്യുന്നില്ല, ജോമെട്രിക്കൽ ഐസോമേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സിമെട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. MA2 B2 ഒക്കെ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ CO NH3 ടെട്ര Cl2 ഇതാണ് കൊടുത്തിരിക്കുന്നത്. CO NH3 4 Cl2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ Cl ലിഗൻസ് എന്താണ് 2 Cl ലിഗൻസ് ആണ് അവർ അഡ്ജസൻ്റ് ആയിട്ട് വന്നു. പിന്നെ ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാൽ 2 Cl ലിഗൻസ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ഒരേപോലെയുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിട്ട് വന്നാൽ അത് ട്രാൻസ്, ഒരേപോലെയുള്ള ആൾക്കാർ അടുത്തടുത്ത് വന്നാൽ അത് സിസ്. ഓക്കെ, ഇവരുടെ കളർ എന്ന് പറയുന്നത് എന്താണ്, വയലറ്റ് ആണ്. വയലറ്റ്. ഓക്കെ, വയലറ്റ് കളറാണ് ഈ ഒരു സിസ് ഐസോമറിന് ഉള്ളത്. ദെൻ ട്രാൻസ് ഐസോമറിനുള്ളത് ഗ്രീൻ കളറാണ്. സിസ് ഐസോമറിൻ്റെ കളർ വയലറ്റ്, ട്രാൻസ് ഐസോമറിൻ്റെ കളർ ഗ്രീൻ. ഇനി കോംപ്ലക്സസ് ഓഫ് ടൈപ്പ് MA3 B3 ആണ്. അതിൽ ഒരു ഫേഷ്യലും മെറിഡോണിയലും വരുന്നുണ്ട്. ഈ ഫേഷ്യലും മെറിഡോണിയലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 3 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള, അതായത് ഒരേപോലെയുള്ള ലിഗാൻസ് ഒരു ട്രയാങ്കുലർ ഫേസിൽ വരുന്നത് ഉണ്ടോ. ഇവിടെ ഒരു ട്രയാങ്കുലർ ഫേസിൽ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. ഒരേപോലെയുള്ള ആൾക്കാർ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഒരു ഫേസിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഫേഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറിഡോണിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഐഡൻറ്റിക്കൽ ലിഗാൻസ് ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ, അതായത് 3 പേര് ഒരേപോലെ ഇപ്പം ഇങ്ങനെ ഒരു ഫേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഫേഷ്യലായിരിക്കും. പിന്നെ മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 സൈഡിൽ നമ്മളിപ്പോൾ വെരിഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3 ഹോളുകളിൽ ഒരുപോലെ ഇപ്പം നമ്മളൊരു ക്യാരംസ് ബോർഡാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ക്യാരംസ് ബോർഡിന് എന്താ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, 4 സൈഡിലും 4 ഹോളുകൾ ഉണ്ടാവുമല്ലോ, 4 സൈഡിലും 4 ഹോളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ 3 സൈഡിൽ ഒരേപോലത്തെ ആൾക്കാർ വരുന്ന ഒരു ക്യാരം ബോർഡിനെ ഇമാജിൻ ചെയ്യുക. ക്യാരം ബോർഡിൻ്റെ 4 ഹോളുകൾ, അതിലേക്കാണല്ലോ നമ്മൾ കോയിൻസ് ഇടിച്ച് വീഴ്ത്തുന്നത്. അപ്പം ആ ഒരു 3 സൈഡിൽ എന്ത് ചെയ്യുക, ഒരേപോലത്തെ ആൾക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, മെരീഡിയൻ. അപ്പോൾ അതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 സൈഡിലും ഒരേപോലെയുള്ള ആൾക്കാരല്ലേ വീണത്, ഒരേപോലെയുള്ള ആൾക്കാരല്ലേ വീണത്. അപ്പോൾ ഒരേപോലെയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അതാണ് എന്ത്, meridian. 3 identical lines occupy positions such that 2 are opposite forming a meridian-like arrangement. അത്രേ ഓർത്താൽ മതി. ഒരു ക്യാരംസ് ബോർഡിനെ ഓർക്കുക, 4 ഹോളുകളുള്ള ഒരു ക്യാരം ബോർഡിനെ ഓർക്കുക. ഇത് 4 ഹോളുകളാണെന്ന് വിചാരിക്കുക. അതിൽ 3 ആൾക്കാർ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതാണ് മെരീഡിയൻ. ഫിഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫേസായിട്ട്, ഇങ്ങനത്തെ ഒരു ഫേസിൽ കിട്ടുന്നതായിട്ട് 3 ഐഡൻറ്റിക്കൽ ലൈൻസ് ഒരു ട്രയാങ്കുലർ ഫേസിൽ ഒക്ടാഹെഡ്രൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതാണ് എന്ത്, ഫിഷിൽ വരുന്നത്. കോംപ്ലക്സസ് ഓഫ് എഴുതാ MA3 B3 ടൈപ്പിൽ ഒരേപോലെ 3 A ലിഗാൻഡ് 3 B ലിഗാൻഡ് പിന്നെ ഒരു സെൻട്രൽ മെറ്റലായിട്ട്. ഓക്കെ, ഇതാണ് ഫിഷ്യൽ ആൻഡ് മെരീഡിയൻ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇനി ഈ ഫേഷ്യൽ പിന്നെ നമുക്ക് അടുത്തത് നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഫേഷ്യൽ ഐസോമറിൻ്റെയൊക്കെ ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് മൂവിങ് ജോമെട്രിക്കൽ ഐസോമർസും ഇനി നമുക്ക് MAB CDEF എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. MAB CDEF എന്നൊക്കെ പറയുമ്പോൾ A വേറെ B വേറെ C വേറെ D വേറെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗൻസുകളാണ് വന്നിരിക്കുന്നത്. അപ്പം അത് എത്ര ആൾക്കാരുണ്ട്, എത്ര ലിഗൻസ് ഉണ്ടോ, 1 2 3 4 5 6. സോ എക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്, 6 ഡിഫറെൻറ്റ് ലിഗൻസ് ആണ്. മിനിമം 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് അവിടെ എന്താണ്, പോസിബിൾ ആണ്. ഡ്യൂ ടു ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് ഡിഫറൻസ് വരുത്തിക്കൊണ്ട് 15ഓളം ഐസോമേഴ്സിന് അവിടെ എന്താണ്, പോസിബിലിറ്റി ഉണ്ട്. അപ്പം അത്രത്തോളം നമുക്കവിടെ വരയ്ക്കാൻ പറ്റും. കാരണം ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് 6 ഇതല്ലേ, ഒക്ടാഹെഡ്രൽ ഷേപ്പും നമുക്ക് അറിയാമല്ലോ. ഒക്ടാഹെഡ്രൽ ഷേപ്പും പോലെ നമ്മൾ വരച്ചത് അതുപോലെ ഒക്ടാഹെഡ്രൽ ഷേപ്പ് പോലെ പലരെയും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ 15ഓളം ഷേപ്സ് അവിടെ എന്തുണ്ട്, പോസിബിലിറ്റി നമുക്ക് 15ഓളം ഷേപ്പ് അവിടെ നമുക്ക് കാണാം. അപ്പോൾ മിനിമം 15 ജോമെട്രിക്കൽ ഐസോമേഴ്സ് അവിടെ പോസിബിൾ ആണ് ഡ്യൂ ടു ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇനി ജോമെട്രിക്കൽ ഐസോമറിസം MAAPC ആൻഡ് MAAA2BC. ഓക്കെ, അതെന്താ വെച്ചാൽ ഇപ്പോൾ A എന്ന് പറയുന്നത് 2 A വന്നു കഴിഞ്ഞാൽ അത് ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് എന്നാണ്. ബൈഡൻറ്റേറ്റ് ലിഗാൻഡുകൾ അറിയാമല്ലോ, ഒരു മെറ്റൽ ആറ്റത്തിലേക്ക് ഇപ്പോൾ എത്തിലിൻഡയമൈൻ EN പോലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് 2 ബോണ്ടൊക്കെ ഫോം ആവുന്നതാണ്. അപ്പം BC എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഇപ്പോൾ Cl- Br- Na2 NH3 ഇപ്പോൾ PY പീരിയഡിനൊക്കെ നമുക്ക് അതിലെടുക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. CO EN ടൈസ് EN ബിസ്സാണ് 2 ഉണ്ട്, Cl2. അപ്പോൾ അത് ഇവിടുത്തെ സിസും കാണിച്ചിട്ടുണ്ട്, ട്രാൻസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. സിസ് ആകുമ്പോഴത്തേക്കും എന്താണ്, അഡ്ജസൻ്റ് ആയിട്ട് വരും, ട്രാൻസ് ആകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോണം, ഇവിടെ EN എന്ന് പറയുമ്പം ഇവിടെ 2 ബോണ്ടുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കരുത് EN എന്ന് പറയുന്നത് ഇവിടെ 2 എണ്ണേ ഉള്ളല്ലോ, അയ്യോ അപ്പോൾ ഇത് സെൻട്രൽ മെറ്റലായിട്ട് എന്താ ഇവിടെ വന്നു, എന്താ അപ്പം 2 Cl പിന്നെ 2 EN, അയ്യോ അപ്പോൾ ഇത് സ്ക്വയർ പ്ലെയിനാറേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. EN എപ്പോഴും ആലോചിക്കണം, EN സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 2 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. EN അല്ലേ, 2 ബോണ്ടാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും, കണ്ടോ, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും.
2 ബോണ്ടാണ് ഫോം ചെയ്യിക്കുന്നത്. രണ്ട് ബോണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഫോം ചെയ്യും. അപ്പം അത് ഒരിക്കലും മറന്നു പോവുകയത്. ദെൻ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഒരു ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഇനി ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സം നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കും. ഇപ്പം രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇമേജ് എടുത്താൽ അത് നമ്മൾ മിററിൽ കൊണ്ടുപോകുമ്പോൾ അത് തലതിരിഞ്ഞല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കും. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതാണ് എന്ത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കും. അപ്പം ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കും. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കും. രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കില്ല. ഓക്കെ. അപ്പം ടൈപ്പ് ഓഫ് ഐസോമേഴ്സും ഇൻ വിച്ച് 2 isomers ആർ നോൺ സൂപ്പർഇമ്പോസബിൾ മിറർ ഇമേജ് കോൾഡ് എനാൻഷിയോമേഴ്സ്. അപ്പം ഈ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇപ്പോൾ റൈറ്റ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ ലെഫ്റ്റ് ലെവറോ റൊട്ടേറ്ററി. ഇപ്പോൾ കോമൺ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകൾ എന്ത് കാണിക്കും? ഈ ഒരു ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കും. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം. ഇപ്പം MAA3 എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞ COENT2 അല്ല, അല്ല, ഇതിപ്പോൾ വേറെ കേട്ടോ. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഉള്ള ആളെ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. COEN3CL3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അത് MAA3 എക്സാമ്പിളാണ്. അതായത് MAA3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EN 3 ഉണ്ട് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. കൗണ്ടർ ആയും പിന്നെ നമ്മൾ നോക്കൂല, ബ്രാക്കറ്റിലുള്ളവരെയല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. ദെൻ MAA2BC എന്ന് പറഞ്ഞാൽ ഇയാൾ അതിനൊരു എക്സാമ്പിളായിട്ട് വരും. AA2BC. ഓക്കെ. അതേപോലെ തന്നെ MAA2B2C2 ഇതൊക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് വരും. EDTA, ഇപ്പോൾ കോംപ്ലക്സസ് വിത്ത് ഹെക്സാഡെൻഡേറ്റ് ലിഗൻഡ്സ് എന്ന് പറയുമ്പോൾ EDTA ആട്ടോ അതിൽ എക്സാമ്പിളായിട്ട് വരുന്നത്. EDTA. ഇപ്പം MABCDEF എന്ന് പറയുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗൻഡ്സ് വരുന്ന കേസുകളാണ്. ഓരോരുത്തരുടെയും എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ. ഇപ്പം ഓരോരുത്തരും നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളൊക്കെ വെച്ച് നോക്കി. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം MCDEF തരത്തിലുള്ള ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകൾ 6 വ്യത്യസ്തമായിട്ടുള്ള ലിഗാൻഡുകൾ തരും. അപ്പോൾ 15 വ്യത്യസ്ത ജോമെട്രിക്കൽ ഐസോമേഴ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവരെ ഇത് എക്സ്പെരിമെൻ്റൽ ആയിട്ട് ഉണ്ടാക്കി എടുത്ത കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ ഒരു കണ്ടോ 15 തരത്തിലുള്ള MACDEF, അങ്ങനെ 15 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എക്സാമ്പിളാണ്. അതായത് 15 പോസിബിലിറ്റീസും കാണിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചാണ് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സും MAABC അല്ലെങ്കിൽ MAA2BC തരത്തിലുള്ള കോംപ്ലക്സുകൾ എന്താണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളാണ്. ഉദാഹരണം എഥിലീൻ ഡയാമീൻ EN. BC എന്ന് പറഞ്ഞാൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. Cl-, Br-, Na2-, NH3, pyridine തുടങ്ങിയവയൊക്കെ. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് അത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു എക്സാമ്പിള് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Cl ലിഗാൻഡുകൾ അടുത്തടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇത് നോൺ സൂപ്പർ പോസിബിൾ മിറർ ഇമേജസ് അവരെന്ത് ചെയ്യുന്നുണ്ട്
ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസിറ്റ് കൊബാൾട്ട് ടു Cl2+, അതായത് Cl എതിർ ഭാഗത്ത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, പ്ലെയിൻ ഓഫ് സിമെട്രി അവിടെ ഉണ്ട്. ഇനി ഒപ്റ്റിക്കൽ ഐസോമെറിസം ഒരു സ്റ്റീരിയോ ഐസോമെറിസത്തിൻ്റെ ഒരു തരം. രണ്ട് ഐസോമെറിസസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എനാൻഷ്യോമെറിസം എന്ന് പറയുന്നത്. പ്ലെയിൻ പോളറൈസ്ഡ്, അതായത് ഇപ്പം ഒരു നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ആ ഒരു ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുക്കും. രണ്ടും ഡിഫറെൻ്റ് ആയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒപ്റ്റിക്കൽ ഐസോമെറിസം. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? റൈറ്റ് ആണെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഡി, അത് വലത്തേക്ക്. ലെഫ്റ്റ് ആണെങ്കിൽ ലെവോറേറ്ററി ഐ, ഇടത്തേക്ക്. ഇടത്തേ സൈഡിലേക്കായിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്. കണ്ടോ? ഈ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് നോക്കുമ്പോൾ ഒറിജിനൽ ഒബ്ജക്റ്റിൽ പെർഫെക്റ്റ്ലി ഓവർലാപ്പ് ആകുമ്പോൾ അതിനെ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുമെങ്കിൽ ഒരു സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഫിയർ, അത് നമ്മൾ മിററിൽ കൊണ്ടുപോയി കാണിച്ചാലും കണ്ണാടി മുന്നിൽ നിന്നാൽ അത് ഒറിജിനൽ അങ്ങനെ തന്നെയല്ലേ നിൽക്കുള്ളൂ, ആ സ്ഫിയറായിട്ട് തന്നെയല്ലേ നമുക്ക് നിൽക്കുള്ളൂ. അതാണ് സൂപ്പർ ഇമ്പോസിബിൾ. ഓക്കെ, അപ്പം ഈ ടൈപ്പിൽ ഒപ്റ്റിക്കൽ ഐസോമെറിസം ഇല്ല, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഇമേജ് കാണിക്കുന്നുണ്ടെന്ന്, തലതിരിഞ്ഞല്ലേ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് മിറർ ഇമേജ് കാണുമ്പോൾ നമുക്ക് തലതിരിഞ്ഞാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അങ്ങനെ മിറർ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ഒറിജിനൽ ഒബ്ജക്റ്റിൽ പെർഫെക്റ്റ്ലി ഓവർലാപ്പ് ആകാതിരിക്കുമ്പോൾ അത് നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. ഇതിന് സ്പെഷ്യൽ പ്രോപ്പർട്ടി, ഇപ്പോൾ കൈറൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ഡെക്സ്ട്രോ, ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെവോറേറ്ററി, ഡെക്സ്ട്രോറേറ്ററി ആൻഡ് ലെവോറേറ്ററി. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ഡെക്സ്ട്രോറേറ്ററി, ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെവോറേറ്ററി. എക്സാമ്പിൾസ് കോഗ്നിഷൻ കെമിസ്ട്രിയിൽ നമ്മൾ കാണുന്നത് ഇതിൽ ഡയമീൻ, ഐഡൻറ്റിറ്റി ആൻഡൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ദെൻ ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ബോണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇതൊക്കെ ഫോം ചെയ്ത ഒരു കാര്യമൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓരോ ആൾക്കാരുടെ ഹെക്സാഡെൻഡേറ്റിലിക്കൻസ് എന്ന കോംപ്ലക്സുകൾ അത് ഞാൻ EDTA പോലുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോയിരിക്കുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ഇമേജ് ഉണ്ട്. ഓക്കെ, ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് ഇല്ല. ഓക്കെ, ഇനാക്റ്റീവ് ആയിരിക്കും. കോംപ്ലക്സസ് ഓഫ് ദി ടൈപ്പ്, അതൊക്കെയാണ് ഇതിപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് അവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളൂ, ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ, ഫിഗറിൽ ജോമെട്രിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതാണ് ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവും എന്നത് പല വർഷങ്ങളായിട്ട് ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയൊരു ചോദ്യമായിരുന്നു. എങ്ങനെയാണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതെന്നുള്ളത്. പിന്നീട് അവർ നടത്തിയ ഒരു ഗവേഷണങ്ങളിലൂടെ, റിസർച്ചിലൂടെയൊക്കെ അവർ നന്നായിട്ട് അത് എന്ത് ചെയ്തു, പഠിച്ചത് മനസ്സിലാക്കി. അത് അവർ പറയുന്ന തിയറിയാണ്. ഒന്നാമത്തേതാണ് ബേർണേഴ്സ് കോർഡിനേഷൻ തിയറി. ആൽഫ്രഡ് ബേർണർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ അടിസ്ഥാന ഘടനയും പ്രൈമറി സെക്കൻഡറി ബാലൻസീസും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ആൽഫ്രഡ് ബേർണർ. ഇതാണ് ആദ്യമായി കോർഡിനേഷൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിച്ച ഒരു തിയറി. പിന്നെയുള്ളതാണ് സിദ്വിക് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ, EAN റൂള്. പിന്നെ അതിനുശേഷം നമുക്ക് അതൊക്കെ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ കേട്ടോ.
അത് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം നിവിൽ സിപ്പിക് തിയറിയാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്. എന്താണ് നിവിൽ സിപ്പിക് എന്ന് പറയുന്ന അദ്ദേഹം സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തത്, ഒരു മെറ്റൽ അയൺ ലിഗാൻസിൽ നിന്നും ഇലക്ട്രോൺ പെയേഴ്സ് സ്വീകരിച്ചിട്ട് അതിൻ്റെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഇനേർട്ട് ഗ്യാസിൻ്റെ പോലെ ആക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം CO3+, അറ്റോമിക് നമ്പർ 27. അതിൽ 6 ലിഗാൻസ്. അപ്പം 6 ലിഗാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈച്ച് ഡൊണേറ്റ്സ് എന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ വെച്ച് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ 27 + 12 = 39 അല്ലേ. അപ്പോൾ ക്രിപ്റ്റൻ 36 ആണ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ പോലെ. അപ്പോൾ അങ്ങനെ മനസ്സിലായോ. അറ്റോമിക് നമ്പർ 27 ആണ്, 6 ലിഗാൻസ് ഫോം ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 27 + 12, 6 ലിഗാൻസ് 2 ഇലക്ട്രോണിനെ വെച്ച് ഡൊണേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ 6 × 2 12 = 39. ദാറ്റ് ഇസ് ക്രിപ്റ്റൻ. ക്രിപ്റ്റൻ എത്രയാണ്, 36 അല്ലേ. അപ്പോൾ അത് ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസിൻ്റെ ഒരു കോൺഫിഗറേഷൻ പോലെയായി. അതാണ് നിവിൽ സിപ്പിക്കിൻ്റെ തിയറി. ഒരു മെറ്റലായി ലിഗാൻസിൽ നിന്ന് ഇലക്ട്രോൺ പെയേഴ്സ് സ്വീകരിച്ച്, ലിഗാൻസിൻ്റെ ഇലക്ട്രോൺ പെയേഴ്സ് സെൻട്രൽ മെറ്റലായി സ്വീകരിച്ച് അതിൻ്റെ എഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഇനേർട്ട് ഗ്യാസിൻ്റെ പോലെ സിമിലർ ആക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ കോർഡിനേഷൻ ബോണ്ടിങ്, കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഏറെക്കാലം ശാസ്ത്രജ്ഞർ പഠിച്ചൊരു വിഷയമായിരുന്നു. കാലക്രമേണ എന്ത് ചെയ്തു, നിരവധി തിയറീസ് എന്ത് ചെയ്തു, വികസിച്ചു. അങ്ങനെ സിപ്പിക്സ് എഫക്റ്റീവ് അറ്റോമിക് നമ്പർ EAN റൂൾ അനുസരിച്ച് 1927 കേട്ടോ. EAN റൂൾ 1927 നിവിൽ സിപ്പിക്കാണ് ഈ നിയമം നിർദ്ദേശിച്ചത്. അതനുസരിച്ച് മെറ്റലൈൻ ലിഗൻസിൽ നിന്നുള്ള ലോൺ പെയർ ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് അതിൻ്റെ ആകെ ഇലക്ട്രോൺ സംഖ്യ അടുത്തുള്ള നമ്മുടെ നോബിൾ ഗ്യാസിൻ്റെ പോലെ ആക്കാൻ നോക്കും. ലിഗാൻസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുത്തിട്ട്, സെൻട്രൽ മെറ്റലൈൻ ലിഗാൻസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുത്തിട്ട് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലെ ആക്കാൻ നോക്കുന്നു, അറ്റൈൻ ചെയ്യാൻ നോക്കുന്നു. ലിഗാൻസിൽ നിന്ന് ഇലക്ട്രോണിനെ സെൻട്രൽ മെറ്റലൈൻ എടുത്തിട്ട് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലെ അറ്റൈൻ ചെയ്യാൻ നോക്കുന്നു. ഇതിലൂടെ കോർഡിനേഷൻ ബോണ്ട്, കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. ഓക്കെ. ഇപ്പം അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ CO3. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ CO ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ CO3+, അപ്പം നമുക്കറിയാം 27 ആണ്, കാറ്റയോൺ ആണ്, കൊബാൾട്ടിൻ്റെ 27 ആണ്, അപ്പം 3+ ആണ്. അപ്പം മൈനസ് ചെയ്തു, 27ൽ നിന്ന് എന്ത് 3 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 27ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 24 ആണ്. അപ്പോൾ 24 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഉള്ളത് അല്ലേ. 24 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, 24 ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പം 6 NH3 ലിഗാൻസ് ഉണ്ട്. ഓരോന്നും 2 ഇലക്ട്രോൺസ് വെച്ചാണ് സെൻട്രൽ മെറ്റലായിട്ടായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ 6 × 2 12 അല്ലേ. അപ്പോൾ ആകെ ഇലക്ട്രോൺസ് 24 + 12. 24 + 12 എന്ന് പറയുന്നത് എത്രയാ, 24 + 12 എന്ന് പറയുന്നത് = 36 അല്ലേ. സോ 36 എന്ന് പറയുന്നത് ആരാ, അറ്റോമിക് നമ്പർ 36 വരുന്നത് നമ്മുടെ ക്രിപ്റ്റൻ. ക്രിപ്റ്റൻ ആരാ, നോബിൾ ഗ്യാസ്. അതാണ് EAN, നിയറസ്റ്റ് നോബിൾ ഗ്യാസ്. ഈ EAN പറയുന്നത്, EAN തിയറി അനുസരിച്ച് അവിടെ പറയുന്നത്, എഫക്റ്റീവ് അറ്റോമിക് നമ്പർ പറയുന്നത്. ഇങ്ങനെ ലിഗാൻഡുകളുടെ ലിഗാൻഡുകളിൽ നിന്ന് ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് നോക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ.
പിന്നെ വാലൻസ് ബോണ്ട് തിയറി ഉണ്ട്. ലിനസ് പോളിംഗ് ആണ് വാലൻസ് ബോണ്ട് തിയറി കൊണ്ടുവന്നത് 1930s കേട്ടോ. 1930s ലിനസ് പോളിംഗ് ആണ് വാലൻസ് ബോണ്ട് തിയറി കൊണ്ടുവന്നത്. അപ്പോൾ വി ബി തിയറി അനുസരിച്ച് മെറ്റൽ അയൺ അതിൻ്റെ sp-d ഓർബിറ്റൽസിനെ മിക്സ് ചെയ്ത്, നമ്മൾ ഓൾറെഡി ഹൈബ്രിഡൈസേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ sp-d ഓർബിറ്റൽസിനെ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നു. ലിഗാൻസിൽ നിന്നുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്? ലിഗാൻസിൽ നിന്നുള്ള ലിഗാൻഡുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസ് ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ഇപ്പോൾ sp-d ഓർബിറ്റൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നത്. അപ്പോൾ ലിഗാൻഡിൽ നിന്നുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. വാലൻസ് ബോണ്ട് തിയറിൻ്റെ കുറച്ച് തിയറീസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, മെറ്റൽ അയൺ അതിൻ്റെ sp-d ഓർബിറ്റൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കും. ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ എത്രയാണോ അതാണ് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി അത്രയും കോർഡിനേഷൻ നമ്പർ ഉണ്ടാവും, അത്രയും കോർഡിനേറ്റ് ബോൺസ് ഉണ്ടായി എന്നാണ്. എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എണ്ണമാണ് എന്ത്? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ലിഗാൻഡുകൾക്ക് ലോൺ പെയർ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഉണ്ടായിരിക്കും. ലിഗാൻഡുകൾക്കെല്ലാം ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലോൺ പെയർ ഇലക്ട്രോൺസിനെ, ലിഗാൻഡ്സിൽ നിന്നുള്ള ആ ഒരു ലോൺ പെയർ ഇലക്ട്രോൺസിനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വി ബി തിയറി അനുസരിച്ച് മെറ്റൽ അയൺ അതിൻ്റെ എസും പിയും ഡി ഓർബിറ്റൽസിനെ എല്ലാം എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കും. അപ്പോൾ ലിഗാൻഡ്സിൽ നിന്നുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് ആ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. വി ബി തിയറി അനുസരിച്ച് നമുക്ക് മെറ്റൽ അയൺ എന്തുണ്ട്? എസും പിയും ഡി ഓർബിറ്റൽസിനെ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നു. ലിഗാൻസിൽ നിന്നുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു. ലിഗാൻസിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ആണ് ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്ക് ഡൊണേറ്റ് ആകുന്നത്. ഇനി ലിഗാൻഡുകൾക്ക് പിന്നെ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ്. മെറ്റൽ അക്സെപ്റ്റ് ചെയ്യുന്ന ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യുന്ന എല്ലാം ബോണ്ട് ഫോർമേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ്. പിന്നെ കോമ്പൗണ്ട്സിൻ്റെ ജോമെട്രി ഹൈബ്രിഡൈസേഷന് അനുസരിച്ച് നിശ്ചയിക്കും. ഹൈബ്രിഡൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ DsP2, അതായത് ഒരു S 2 B ഒരു D, അത് സ്ക്വയർ പ്ലെയിനാർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ DsP2 സ്ക്വയർ പ്ലെയിനാർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം NiCl4 സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മേലെ 2 അതൊരു എക്സാമ്പിളാണ്. sp3 ടെട്രാഹീഡ്രൽ ആണ്. അപ്പം NiCl4 2 അതിനൊരു എക്സാമ്പിളാണ്. D3sp3 ഇന്നർ ഓർബിറ്റലാണ്. D3sp3 ഇന്നർ ഓർബിറ്റൽ ഒക്ടാഹീഡ്രൽ ആണ്. അപ്പോൾ CONH3 6 3+ എന്ന് വരും. പിന്നെ sp3d2 ഔട്ടർ ഓർബിറ്റൽ ഒക്ടാഹീഡ്രൽ FeF6 ബ്രാക്കറ്റിൻ്റെ മേലെ 3 ഇതൊക്കെ ഞാൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വി ബി തിയറി മോളിക്യൂളിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഷേപ്പും ഒക്കെ വിശദീകരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് കണ്ടോ, ഇവിടെ എല്ലാം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ടെട്രാഹീഡ്രൽ കോംപ്ലക്സുകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്, വരച്ചെല്ലാം ഇതാക്കിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിക്കൽ നമുക്കറിയാം 28 ആണ്. 28 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ 18 ആർഗിൽ എഴുതുമ്പോൾ നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? വരുന്നത്? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മെറ്റൽ അയൺ എൻ്റെ കാര്യമാണ്. മെറ്റൽ അയൺ എന്ന് പറയുമ്പോൾ നിക്കലാണ്. ഫസ്റ്റ് വൺ നിക്കലാണ്. നിക്കലിൻ്റെ കേസാണ് നമ്മൾ ആദ്യം പറയുന്നത്. നിക്കലാണ് മെറ്റൽ അയൺ. സെൻട്രൽ മെറ്റൽ ആറ്റം. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. 28.
ഓക്കെ 28 ആണ്. പിന്നെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്കും നമ്മളിത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ 3D8 4s2 എന്നാണ് വരുന്നത്. പിയിലൊന്നുമില്ല. 3D8 4s2 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അല്ലെങ്കിൽ സംടൈംസ് എങ്ങനെ വരും, എസിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഡിയിലേക്ക് ജമ്പ് ചെയ്ത് 3D10 4s0 എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ലിഗാൻഡുകളുടെ എണ്ണം എത്രയാ? നിക്കലിൻ്റെ ലിഗാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, അതായത് പൈ അക്സെപ്റ്റഡ് ലിഗാൻഡ് ആണ്. നമ്പർ ഓഫ് ലിഗാൻഡ്സ് ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ 4 ലിഗാൻഡ്സ് ആണ് ഉള്ളത്, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ലിഗാൻഡ്സ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് ലിഗാൻഡ്സ് ഫോം ചെയ്യണം. അപ്പോൾ ടോട്ടൽ 4 ലിഗാൻഡ്സ് ഉണ്ട്. അപ്പോൾ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് ഫോം ചെയ്യണം. അപ്പം സ്ട്രോങ് ഫീൽഡാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഒരു സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവർ 4s ഇലക്ട്രോൺസിലേക്ക് എന്ത് ചെയ്യുന്നു, 4s ഇലക്ട്രോൺസ് 3D ഓർബിറ്റൽസിലേക്ക് എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു അല്ലേ. 4s ഇലക്ട്രോൺസ് 3D ഓർബിറ്റൽസിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരും, ആഫ്റ്റർ പെയറിങ് നടക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ പെയർഡ് ആവും. അപ്പോൾ 4sൽ അപ്പം ഇങ്ങനെയാവും, ഈ ഒരു രീതിയിലാവും അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ 4sൻ്റെ ഇലക്ട്രോണും 3 p ഓർബിറ്റലും കൂടി ഇൻ്റർമിക്സ് ചെയ്താണ് അവിടെ 1 4s plus 3 4p orbitals mixed together to form sp3 hybrid orbitals. ഇങ്ങനെയാണ് അവിടെ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ നോക്കുമ്പം ലിഗാൻഡുകളുടെ എണ്ണം നോക്കുക, ലിഗാൻഡ് സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ നോക്കുക. ഇപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഒരു സ്ട്രോങ് ഫീൽഡാണ്. സ്ട്രോങ് ഫീൽഡ് ആകുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണ്ടത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമല്ലോ, ഇൻ്റർമിക്സിങ് നടക്കണ്ടേ. അപ്പോൾ ഇൻ്റർമിക്സിങ് നടക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 4sലുള്ള ഇലക്ട്രോൺസിനെ 3D ഓർബിറ്റൽസിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ 3D10 4s0 4p0 എന്നുള്ളതാകും. അങ്ങനെ ഈ 4sഉം 3pയും കൂടെ ചേർന്നാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം 4 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം 4CO, കാർബൺ മോണോക്സൈഡിൻ്റെ 4 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെയാണ് സ്ക്വയർ പ്ലെയിനാറും. അതേപോലെ തന്നെ ഇപ്പം മെറ്റൽ അയണിൻ്റെ കേസിൽ വരികയാണ്, കോംപ്ലക്സ് നിക്കലാണ്. നിക്കൽ എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ Na2+ ഉണ്ട് ഇവിടെ അല്ലേ, 2+ ഉണ്ട്, 2- ആണ്, അപ്പോൾ 2+ വരും ഇവിടെ. അറ്റോമിക് നമ്പർ വരുന്നത് 28 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 3D8 4s0 4p0 എന്ന് വരും. പിന്നെ ലിഗാൻഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് CN ആണ്, CN- സയനൈഡ് അയനാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പം ഇലക്ട്രോൺ പെയറിന് അത് കാരണമാകും. നമ്പർ ഓഫ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇലക്ട്രോൺ പെയറിംഗ് എന്ന് പറയുന്നത് CN ഒരു സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് 3D ഓർബിറ്റൽസിലേക്ക് പോകും. 3D ഓർബിറ്റൽസ് നിന്ന് അൺപെയർഡ് ഇലക്ട്രോൺസ് pairs the unpaired electrons in the 3D orbitals. Unpaired electronsനെ എന്ത് ചെയ്യും, 3D ഓർബിറ്റൽസിൽ വന്ന് പെയർ ചെയ്യും. അപ്പോൾ അതാണ് അവിടെ പെയറിങ് വന്നത്. ഓക്കെ, അപ്പോൾ 3D8 എന്നുള്ളത് 3D10 ആവും. ഓക്കെ, CN being strong field pairs the unpaired electrons in the 3D orbitals. After pairing, അപ്പോൾ അവിടെ എന്ത് വരും, 1 3D orbital becomes empty അല്ലേ. ഇവിടെ ഒരു empty ആവും. നമുക്ക് 1 2 3 4 5 6 7 8 അങ്ങനെയുള്ളതാണ്. പിന്നെ അവിടെ ഒരു empty ഇലക്ട്രോൺ വരും, CN being സ്ട്രോങ് ഫീൽഡ് അല്ലേ. അപ്പം എന്താണ് പെയറിങ്, അൺപെയർഡ് ഇലക്ട്രോൺസ് 3D ഓർബിറ്റൽസിനെ പെയർ ചെയ്യും. പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു empty ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അപ്പോൾ empty ഓർബിറ്റൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ നിക്കൽ 2+ ആണ് കേട്ടോ. നിക്കൽ 2+ ഉള്ളത് കൊണ്ട് 2 ഇലക്ട്രോൺ 28 എന്ന് പറയുമ്പോൾ 3D8 വരും. ഇപ്പോൾ 2+ ആയതുകൊണ്ടാണ് 4s എന്നുള്ള ഇലക്ട്രോൺസ് പോകുന്നത്.
അപ്പോൾ ഇവിടെ സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ സി എൻ എന്ന് പറയുന്ന ലിഗാൻഡ് അവിടെ സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺ നടക്കുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ പെയറിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ മൈനസ് നല്ല സ്ട്രോങ് ആണ്. അപ്പം ആ ഒരു പെയർഡ് അല്ലാതെ കിടന്നത് എന്താവും, പെയർഡാണ്. അപ്പോൾ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വരും. ആ വേക്കൻറ്റ് സ്പേസ് എം ടി അവിടെ വരുന്നത് കൊണ്ട് അവിടെ നിന്ന് ഒരു ഡി ഓർബിറ്റലും ഒരു എസും 3 പിയും കൂടെ ചേർന്നിട്ടാണ് ഒരു 3D, ഒരു 4s, രണ്ട് 4p, രണ്ട് 4pയും കൂടെ ചേർന്നിട്ടാണ് DsP2 അല്ലേ, DsP2 ഹൈബ്രിഡൈസേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൻ്റെ എന്താ പറയുന്നത്, ഒക്ടാഹീഡ്രലിൻ്റെ ലോ സ്പിൻ, ഇപ്പോൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്, ലോ സ്പിൻ കോംപ്ലക്സ് FeCN 6 4 കേസാണ് പറയുന്നത്. മെറ്റൽ അയൺ എന്ന് പറയുന്നത് അയണാണ്, മെറ്റൽ എന്ന് പറയുന്നത് അയണാണ്. അറ്റോമിക് നമ്പർ അയണിൻ്റെ 26 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അപ്പോൾ +2 വരും. ഓക്കെ, +2. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Fe2+ ആവും കേട്ടോ. Fe2+ ആകുമ്പോഴത്തേക്കും 3D Fe2+ എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇലക്ട്രോൺസ് പോയി. അപ്പം 26 ഇരുന്നു, 26 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പം 3D6 ആണ് വരുന്നത് അല്ലേ, 3D6 ആണ്. രണ്ട് ഇലക്ട്രോൺസ് പോയി, അപ്പോൾ 26 ആണ് വരുന്നത്. അപ്പോൾ 3D6 4s0 അങ്ങനെ വരും. ഓക്കെ, 3D6 ആയിരിക്കും വരുന്നത്. 1 2 3 4 5 6 അങ്ങനെ വരും. അപ്പോൾ ലിഗാൻഡ് വരുന്നത് CN- ആണ്, സയനൈഡ് അയനാണ്. അപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ കോസസ് ഇലക്ട്രോൺ പെയറിംഗ് അക്കോർഡിംഗ് ടു ദ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ ഞാൻ സ്പെക്ട്രോകെമിക്കൽ സീരീസ് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ലിഗാൻഡ് CN- ആണ്, സയനൈഡ് അയൺ ആണ്. അപ്പം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ പെയറിംഗ് സ്പെക്ട്രോകെമിക്കൽ സീരീസിനനുസരിച്ച് ഇലക്ട്രോൺ പെയറിംഗ് കുറച്ചുകൂടെ ഇലക്ട്രോൺ പെയറിന് അത് കാരണമാകും. കാരണം സ്ട്രോങ് ഫീൽഡ് ആണല്ലോ. അപ്പം സ്ട്രോങ് ഫീൽഡ് ഉള്ളവർ ഇലക്ട്രോൺ പെയറിങ് കാണിക്കും, ഇലക്ട്രോൺ പെയറിങ് ചെയ്യാൻ കാരണമാകും. സ്ട്രോങ് ഫീൽഡുള്ള ലിഗാൻഡുകൾ കോസസ് എന്ത് ചെയ്യും, അത് സ്ട്രോങ് ഫീൽഡുള്ള ലിഗാൻഡുകൾ എന്ത് ചെയ്യും. ഇപ്പം CN എന്നൊക്കെ പറയുന്ന ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകും. ഏതിനനുസരിച്ച്, അക്കോർഡിംഗ് ടു സ്പെക്ട്രോകെമിക്കൽ സീരീസിനനുസരിച്ച്. അപ്പോൾ സ്പെക്ട്രോകെമിക്കൽ സീരീസിനനുസരിച്ച് സ്ട്രോങ് ഫീൽഡുകളുള്ള ലിഗാൻഡുകൾ ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണമാകും. അങ്ങനെയാണ് ഇവിടെ ലിഗാൻഡ് നടക്കുന്നത്, അങ്ങനെയാണ് ഇലക്ട്രോൺ പെയറിങ് നടക്കുന്നത്. അപ്പോൾ CMB സ്ട്രോങ് ഫീൽഡാണ്, സ്ട്രോങ് ഫീൽഡാണ് CNനുള്ളത്. അപ്പം 3D ഓർബിറ്റൽസ് എന്ത് ഇവിടെ അൺപെയർഡ് ആയിട്ട് ഇരുന്നവർ പെയർഡ് ആകും. അങ്ങനെയാണ് ഇവിടെ പെയർഡ് ആകുന്നത്. അപ്പോൾ 3D6 ബിക്കംസ് പെയർഡ്. അപ്പം 3D ഓർബിറ്റൽസ് അപ്പം എന്താവും, വേക്കൻ്റ് ആകും. അപ്പോൾ പെയറിങ് നടന്നതിന് ശേഷം 2 empty ആയിട്ടുള്ള 3D ഓർബിറ്റലും ഒരു എസും 3 പിയും കൂടെ ചേർന്നിട്ടാണ് അവിടെ 2D2 ഒരു എസ് 3 പി ഓർബിറ്റലും കൂടെ ചേർന്നാണ് D2sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 27 ആണ് കൊബാൾട്ടിൻ്റെ, നോ പെയറിംഗ് ആണ് നടക്കുന്നത്. പിന്നെ ഇവിടെ കൂടിയുള്ള ഒരാൾ അയണാണ്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പം നമുക്കവിടെ CN അല്ലേ, CN അല്ല, ഇതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്, അയണല്ലേ. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അവിടെ നടക്കുന്നത് കൊണ്ടാണ് ലൈക്ക് ആ ഒരു ഇന്നർ ഇപ്പം ഔട്ടർ ഓർബിറ്റലിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കെന്താ അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഇലക്ട്രോൺ പെയറിങ് നമുക്ക് ഇല്ല. ഔട്ടർ ഓർബിറ്റലിൻ്റെ കേസിൽ അവിടെ എന്താണ് ഇല്ല, വീക്ക് ഫീൽഡാണ്. കാരണം അയൺ ആണല്ലോ ഇവിടെ ഉള്ളത്, അത് സ്ട്രോങ് ഫീൽഡ് അല്ല, അത് വീക്ക് ഫീൽഡാണ്.
അപ്പോഴത്തേക്കും അവിടെ ഒരു ഔട്ടർ ഓർബിറ്റൽ ഇലക്ട്രോൺ പെയറിങ് അവിടെ നടക്കുന്നില്ല. കണ്ടോ, അതുപോലെ തന്നെ ഇലക്ട്രോൺ പെയറിങ് അവിടെ ഉള്ളത്, അവിടെ പെയേഴ്സിങ് നടക്കുന്നില്ല വീക്ക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. നമുക്ക് ഇവിടെ ഒരു എസും 3 പിയും ഒരു 2 ഡിയും കൂടെ ചേർന്ന് അങ്ങനെ sp3d2 ഹൈബ്രിഡൈസേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ അവിടെ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ആണ് പറയാനുള്ളത്, വാലൻസ് ബോണ്ട് തിയറിയുടെ ലിമിറ്റേഷൻസ്. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആര് തരുന്നില്ല, നമ്മുടെ വി പി തിയറി തരുന്നില്ല. വി പി തിയറി കൊണ്ട് ബോണ്ട് എനർജി, ലിഗാൻഡിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്, കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി തുടങ്ങിയവയൊന്നും നമുക്ക് കണക്കാക്കാൻ പറയാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ സ്പെക്ട്രൽ വ്യത്യാസം ഒന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ COF63- CONH363+ എന്നീ 2 കോംപ്ലക്സുകൾക്കും എന്താണ് നിറം, ഇവിടെ ഉണ്ട് കേട്ടോ കോംപ്ലക്സുകൾ, നിറം വ്യത്യസ്തമാണെങ്കിൽ വി ബി തിയറി കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വീക്ക് ഫീൽഡ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡൊന്നും വ്യത്യാസമൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ പോരായ്മകൾ നമ്മുടെ ഈ ഒരു തിയറിക്ക് സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ വീക്ക് ഫീൽഡ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വ്യത്യാസം ഒന്നും കാണിക്കുന്നില്ല. ഏത് ലിഗാൻഡ് പെയറിങ് ഉണ്ടാക്കും, ഏത് ലിഗാൻഡ് പെയറിങ് ഉണ്ടാക്കുന്നില്ല, അതൊന്നും നമുക്ക് ഈ ഒരു വി ബി തിയറി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അത് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ കൈനറ്റിക് സ്വഭാവം ഒന്നും വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കോംപ്ലക്സ് വേഗത്തിൽ പ്രതികരിക്കുന്നുണ്ടോ, ലേബിളാണോ, വളരെ ഇനേർട്ടാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇലക്ട്രോൺ പെയറിങ്ങിന് കാരണം എന്താണെന്ന് പറയുന്നില്ല. ചില കോംപ്ലക്സിൽ ഇലക്ട്രോൺസ് പെയർ ആകുന്നത് എന്തുകൊണ്ട്, മറ്റൊന്നിൽ പെയർ ആകാത്തത് എന്തുകൊണ്ട്, നമ്മളിപ്പോൾ കണ്ടല്ലോ അങ്ങനെയുള്ള കേസുകൾ, അത് എന്തുകൊണ്ട് എന്നുള്ളത് ബി ബി തിയറിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷന് അധികമായ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പം നമ്മൾ എക്സ്പെരിമെൻ്റലി കാണുന്ന ഓർബിറ്റൽ ഇൻവോൾവ്മെൻ്റ് എല്ലായ്പ്പോഴും ഹൈബ്രിഡൈസേഷൻ എന്ത് ചെയ്യുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഇതൊക്കെയാണ് ബി ബി തിയറിയുടെ പോരായ്മകൾ. ഓക്കെ, നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലേക്ക് പോവുകയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണെന്നുള്ളതൊന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇപ്പോൾ ഏതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്താലും സെൻട്രൽ ആറ്റം ഉണ്ട് അല്ലേ, ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം ഡി ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. എല്ലാ സെൻട്രൽ ആറ്റങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്കൊരു ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മളുള്ളത് ഇങ്ങനെ ഒരു 5 ഇതാണല്ലോ ഡി ഓർബിറ്റൽസ്, ഇങ്ങനെ ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഡി ഓർബിറ്റൽ ഉണ്ടായിരിക്കും, DXY, DY, Z, DXZ, DX², Y², DZ². അങ്ങനെ സെയിം എനർജി ആയിരിക്കും. ഈ ഒരു ഡി ഓർബിറ്റൽസിന് ഇവർക്ക് സെയിം എനർജി ആയിരിക്കും. സെയിം എനർജി ഉള്ളതിനെയാണ് നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. എന്നാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഇത് ലിഗാൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ കോംപ്ലക്സിലേക്ക് ഒരു ലിഗാൻഡ് വരത്തില്ലേ, ആ ലിഗാൻഡ് വരുന്ന സമയത്ത് ഈ ഡി ഓർബിറ്റൽ അങ്ങ് സ്പ്ലിറ്റായി പോകും. ഈ ഇലക്ട്രോൺ, നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു എനർജി, ആ ഒരു എനർജീൻ്റെ എണ്ണം സെയിം എനർജി ആയിരുന്നല്ലോ. നമുക്കിവിടെ ഈ ഒരു ഡി ഓർബിറ്റൽ DXY, DYZ, DXZ, DX², Y², DZ² എന്ന് പറയുന്നത് സെയിം എനർജി ആയിരുന്നു. പക്ഷേ ലിഗാൻഡ് വന്ന സമയത്ത് ഇത് സ്പ്ലിറ്റായി പോകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സ്പ്ലിറ്റിങ് നടക്കും. അതായത് ഈ ഒരു എനർജി സെയിം ആയിരുന്നല്ലോ, ലിഗാൻഡ് വരുമ്പോൾ ഇത് കട്ടാവും. അങ്ങനെ കട്ടാവുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, വരുന്ന ലിഗാൻഡുകളുടെ നെഗറ്റീവ് ഫീൽഡ് കാരണമാണ് അവിടെ സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നത്. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് പ്യുവർലി അയണിക് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു കോവലൻ നേച്ചറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു ലിമിറ്റേഷൻ കൂടിയാണ്. അത് ഫീൽഡിലെ തിയറിയിലും പഠിക്കാനുണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന ലിഗാൻഡുകളെ കൺസിഡർ ചെയ്യുന്നത് അതിപ്പോൾ ന്യൂട്രൽ ആകാം, അല്ലെങ്കിൽ ആനോണിക് ആകാം. ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും, ഒരു ഡൈപോളായിട്ടായിരിക്കും നിൽക്കുക. അനോണിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ആയിരിക്കും, പോയിന്റ് ചാർജസ് ആയിരിക്കും, പോയിന്റ് ചാർജ് എന്നായിരിക്കും നമ്മൾ അവരെ പറയുന്നത് കേട്ടോ. ന്യൂട്രൽ ആണെന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ഡൈപോളായിട്ടും, ആനോണിക് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ആണെങ്കിൽ അവരെ നമ്മൾ പോയിന്റ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ 5D ഓർബിറ്റൽസ് കുറച്ച് എടുത്ത് വരുമ്പോൾ എനർജി കൂടുതലും കുറവിലും ഒക്കെ ആവും. 5D ഓർബിറ്റൽസ് ഇങ്ങനെ സെയിം എനർജിയാണ്. അത് സെയിം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് ഡീജനറേറ്റാണ്. കുറച്ച് ആളുകൾ അത് കഴിഞ്ഞിട്ട് എനർജി കൂടും, കുറച്ച് ആളുകൾക്ക് എനർജി കുറയും. കാരണം ലിഗാൻഡുകളുടെ നെഗറ്റീവ് ഫോഴ്സ് കാരണം ഇവർ സ്പ്ലിറ്റിംഗ് നടക്കുള്ളൂ. സ്പ്ലിറ്റിംഗ് നടന്നു കഴിയുമ്പോൾ എനർജി കൂടുതലും കുറവായിട്ടുള്ള രീതിയിൽ അവർ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഫീൽഡ് ഇസ് ഡ്യൂ ടു ലിഗാൻഡ്സിനെ എന്തായിരിക്കും, ആ ഒരു 5D ഓർബിറ്റൽസിൻ്റെയും ഡീജനറസി എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ 2 പീസായിട്ട് അവർ എന്ത് ചെയ്യും, കട്ടായി പോകും. അതാണ് നമ്മളുടെ ഈ ഒരു ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിലൂടെ നമുക്ക് പറയുന്നത്. കണ്ടോ, 5D ഓർബിറ്റൽസ് ഇപ്പോൾ അവർ നോർമൽ സ്റ്റേറ്റിലിരിക്കുക. കണ്ടോ, ഇവിടെ അവർ നോർമൽ സ്റ്റേറ്റിലിരിക്കുക. ഇപ്പോൾ T2G + CG അതെന്താ ഞാൻ പറയും, ഇപ്പോൾ സ്റ്റേറ്റ് 1 ഇവരിപ്പോൾ ഒരു ഫ്രീ സ്റ്റേറ്റിലിരിക്കുക. അപ്പോൾ ഇവർക്ക് കുറച്ച് എനർജി കിട്ടി. ഈ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റ് 1 എന്ന് നമുക്കിതിനെ പറയാം, നോർമൽ സ്റ്റേറ്റ്. ഇപ്പം ഇതിന് ചുറ്റും ഒരു ലിഗാൻഡ് ഇങ്ങനെ പെട്ടെന്ന് വരിക. ഓക്കെ, ഈ ഒരു കോംപ്ലക്സ് ഡി ഓർബിറ്റൽസിന് ചുറ്റും ലിഗാൻഡ്, ഒരു കോംപ്ലക്സിലേക്ക് ലിഗാൻഡുകൾ വരത്തില്ലേ. അപ്പം ലിഗാൻഡ് ഇങ്ങനെ അവിടുന്ന് വന്നു. ലിഗാൻഡ് വരുന്ന സമയത്ത് അവന് നല്ല എനർജി കിട്ടി. ലിഗാൻഡുകൾ സ്ഫെറിക്കലി ഇങ്ങനെ സറൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഫെറിക്കലി സറൗണ്ട് ചെയ്യുന്നു. അപ്പോൾ എനർജി ഒന്ന് കൂടി. അതാണ് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. സ്ഫെറിക്കലി ലിഗാൻഡ് വന്ന് കഴിയുമ്പോൾ ഇവരുടെ എനർജി ഒന്ന് കൂടും. അതാണ് കുറച്ച് പൊക്കത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നത്. കുറച്ച് എനർജി ഒന്ന് കൂടും. കുറച്ച് എനർജി കൂടിക്കഴിയുമ്പോഴത്തേക്ക് സ്ഫെറിക്കലി സറൗണ്ട് ചെയ്യുന്നു. അപ്പോൾ 6 ഭാഗത്ത് ഇപ്പോൾ ലിഗാൻഡുകൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 6 ലിഗാൻഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 6 രീതിയിലും ഇവരെ വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സ്ഫെറിക്കലി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഒക്ടാഹീഡ്രലി ലിഗാൻഡുകൾ ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് ആയിട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഒക്ടാഹീഡ്രലി ഇങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ 6 രീതിയിൽ, ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ 6 ലിഗാൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ 6 രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സ്ഫെറിക്കലി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഒക്ടാഹീഡ്രലി ലിഗാൻഡുകൾ നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. അവരിങ്ങനെ വന്ന് സറൗണ്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, അവരിങ്ങനെ വന്ന് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന സമയത്തുണ്ടടാ എന്ത് ചെയ്യും, അപ്പോൾ ഒക്ടാഹീഡ്രലി ലിഗാൻഡുകൾ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 6 ലിഗാൻഡുകൾ സ്ഫെറിക്കലി സറൗണ്ട് ചെയ്യുമ്പോൾ അതിനെയാണ് ഒക്ടാഹീഡ്രലി ക്രിസ്റ്റൽ ഫിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ലിഗാൻഡുകൾ സ്ഫെറിക്കലി സറൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും, 6 ലിഗാൻഡുകൾ ഇങ്ങനെ സ്ഫെറിക്കലി സറൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും, എന്താ ഇവിടെ സംഭവിക്കുക, ഇതവിടെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടാഹീഡ്രലി വന്ന് സറൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒക്ടാഹീഡ്രലാണെങ്കിൽ ആ ഒരു എനർജി ഗ്യാപ്പിനെ നമ്മൾ Δ0 എന്ന് പറയും. എനർജി ഗ്യാപ്പാട്ടോ, ഡെൽറ്റ ഒ എനർജി ഗ്യാപ്പ്. ഓക്കെ, അപ്പം ഇവിടെ ഇത് വരയ്ക്കാൻ പഠിക്കണം. ഉറപ്പിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ക്രിസ്റ്റൽ ഫിൽ സ്പ്ലിറ്റിംഗ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 5 അല്ലേ, അതിൽ 2 എന്ത് ചെയ്യും, മേലേക്ക് പോകും. ഓക്കെ, 2 മേലേക്ക് പോകും, 3 എന്ത് ചെയ്യും, താഴേക്ക് വരും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ 3 താഴേക്ക് വരുന്നില്ലേ, 3 ആൾക്കാരുണ്ട്. അപ്പം T2G അവരെ വിളിക്കുന്ന പേരാണ് T2G. DXY, DXZ, DYZ, T2G. ഇവിടെ 2 ആളില്ലേ, ഇപ്പം DZ² DX² -y², 2 ആളില്ലേ. ബാക്കിയുള്ളവർ DXYയും DXZും DYZും കഴിഞ്ഞിട്ടുള്ള DZ² DX²Y², ബാക്കി 2 പേരും, ആ 2 പേരും ഇവിടെ ഇരിക്കുന്നത് DXY DXZ DYZ, 3 ആളും ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള 2 പേര് DZ² DX² -y², അവർ 2 പേരും ഇവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും.
പിന്നെ ഓർത്തിരിക്കാനുള്ള എളുപ്പമെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഈ ഒരു എനർജി ഗ്യാപ്പിനെ കണ്ടത്, ഈ ഒരു എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ സീറോ. ആ ഒരു ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഇവർ വരത്തില്ലേ, അതായത് ഈ ഒരു സ്റ്റേറ്റ് വണ്ണിൽ നിന്ന് ആ ഒരു ലിഗാൻഡ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു എനർജി ഗ്യാപ്പ് വരത്തില്ല, അതിനെ നമ്മൾ ബാരി സെൻറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ, ബാരി സെൻറ്റർ, ഈ ഒരു എനർജി ഗ്യാപ്പ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ രണ്ടിതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല, ലിഗാൻഡുകളിൽ നിന്ന് ലിഗാൻഡുകളുടെ നെഗറ്റീവ് ഫോഴ്സ് കാരണം ഇവരിങ്ങനെ സറൗണ്ട് ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ബാരി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനുള്ള കാര്യം, ഇവിടെ മേലത്തെ ആളെ നമ്മൾ ഒക്ടാഹൈഡ്രലല്ലേ, അപ്പോൾ ഒക്ടാഹൈഡ്രലാകുമ്പോൾ 0.6 അതിനൊരു പോസിറ്റീവ് ചാർജ്, ടെട്രാഹൈഡ്രൽ അല്ലേ, അപ്പോൾ താഴത്തെയുള്ള ആൾക്ക് 0.4. ഒക്ടാഹൈഡ്രൽ ആയതുകൊണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുക, 0.6 ഒക്ട, മുകളിലത്തെ ആൾക്ക് 0.6, താഴത്തെ ആൾക്ക് 0.4. അത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. അത്രയും കാര്യം ഓർത്തിരുന്ന നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറിൻ്റെ ഇത് കഴിഞ്ഞു, ഫിഗർ കഴിഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. അത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം കേട്ടോ, അത്രയും. അപ്പം അസംഷൻസ് ഇതൊക്കെയാണ്. ഒരു കോംപ്ലക്സ് മെറ്റലൈൻ ലിഗാൻസ്, മെറ്റലൈൻ്റെ ചുറ്റും ലിഗാൻസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് നിൽക്കുന്നുണ്ട്. ലിഗാൻസ് പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഡൈപോളായിട്ട് കാണുന്നു. ആനോഡ് ലിഗാൻസ് പോയിന്റ് ചാർജസ്, ന്യൂട്രൽ ലിഗാൻസ് പോയിന്റ് ഡൈപോൾസ്. അപ്പോൾ ബോണ്ട് പ്യൂർലി അയണിക് ആണ്. ലിഗാൻഡിൻ്റെ നെഗറ്റീവ് ചാർജും മെറ്റലിൻ്റെ പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കൊണ്ട് ബോണ്ട് ഉണ്ടാവും. റിപ്പൾഷൻ കൊണ്ടാണ് സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് ലിഗാൻസ് അടുത്ത് വരുമ്പോൾ അവയുമായുള്ള ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം എനർജി എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കും. അതുകൊണ്ടാണ് ഡീജനറേറ്റ് എനർജി തുല്യമായിരുന്ന ഡി ഓർബിറ്റൽസ് വ്യത്യസ്തമായിട്ടുള്ള എനർജിയിലെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ആകുന്നത്. ലിഗാൻസ് അടുത്ത് വരുമ്പോൾ ഉള്ള ഒരു ഇലക്ട്രോൺ റിപ്പൾഷൻ, ഒരു നെഗറ്റീവ് ഫോഴ്സ്. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോമെട്രി. ഒക്ടാഹൈഡ്രൽ ഫീൽഡ് നമ്മളിപ്പോൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഒരു ഫ്രീ മെറ്റൽ അയണിൻ്റെ ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ലിഗാൻസ് അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ മെറ്റൽ അയണിൻ്റെ ചുറ്റും ആ ഒരു 6 ലിഗാൻസ് ഒക്ടാഹൈഡ്രൽ വരുവാണെങ്കിൽ ആ ഒരു XYZ ആ ഒരു എത്തുന്നു. അപ്പോൾ ലിഗൻസിൻ്റെ നെഗറ്റീവ് ഫീൽഡിൽ മെറ്റലിൻ്റെ ഡി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, റിപ്പൾഷൻ സംഭവിക്കും. അതുകൊണ്ട് എല്ലാ ഡി ഓർബിറ്റൽസും എനർജിയിൽ ചെറിയൊരു എന്ത് കാണിക്കും, വളർച്ച ഒരു ഡിഫറൻസ് കാണിക്കും. ഓക്കെ, അതാണ് ക്രിസ്റ്റൽ ഫീൽഡ്. ഇനി സ്റ്റെബിലൈസേഷൻ എനർജി. CFT പ്രകാരം ഡി ഇലക്ട്രോൺസ് താഴ്ന്ന എനർജി ഓർബിറ്റ് T2Gയിൽ പോയാൽ കോംപ്ലക്സിന് കൂടുതൽ സ്ഥിരതയായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം -0.4 ആണല്ലോ ഈ പറയുന്ന T2Gക്ക് അല്ലേ, -0.4. അപ്പം ഇവിടെ മുകളിലായിരിക്കും 0.6 ഉണ്ടാവുന്നത്. NEG കേട്ടോ, അത് EG എന്നാണ് അതിന് പറയുന്നത്. മേളിലുള്ളവർ 2 ആൾക്കാരല്ലേ അവർ EG, താഴെ 3 ആൾക്കാരില്ലേ, അപ്പം T2G. മേളിൽ 2 ആൾക്കാരില്ലേ, അപ്പം TEG. ഓക്കെ, EG എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺ ആണ്, T2G എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ഇനി ഹൈ സ്പീഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ഡി ഇലക്ട്രോൺസ് താഴ്ന്ന എനർജിയിലെ T2G ഓർബിറ്റലിലേക്ക് പോകുന്നത് കൊണ്ട് സിസ്റ്റത്തിൻ്റെ ആകെ എനർജി എന്ത് ചെയ്യും, കുറയും. ഒരു കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ഡി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, താഴ്ന്ന എനർജിയിലെ T2G ഓർബിറ്റലിലേക്ക് പോകും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ആകെ ഒരു എനർജി, ആ കോംപ്ലക്സിൻ്റെ ആകെ ഒരു എനർജി കുറയും. ഈ എനർജി കുറവ് തന്നെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് -0.40 ഇൻറ്റു പ്ലസ് 0.6, ആ ഒരു താഴ്ന്ന് വരുന്ന എന്തിനാ 0.4 അല്ലേ, -0.4 അല്ലേ താഴ്ന്ന എനർജി T2Gയുടെ. മേലത്തത് 2 EG ഉള്ളത് പ്ലസ് 0.6 ആണ്, അപ്പോൾ രണ്ടുപേരും കൂട്ടാം. പിന്നെ ഹൈ സ്പിൻ വേഴ്സസ് ലോ സ്പിൻ. ഹൈ സ്പിൻ വേഴ്സസ് ലോ സ്പിൻ ആണ് പിന്നെ പറയുന്നത്. അപ്പം വീക്ക് ഫീൽഡ് ലിഗാൻസ് ഉണ്ട്, ഹൈ സ്പിൻ കോംപ്ലക്സ് ഉണ്ട്. ഇപ്പോൾ ഡെൽറ്റ സീറോ ഗ്രേറ്റർ ദാൻ Δ0 is less than പെയറിങ് എനർജി, അതായത് P ആണെങ്കിൽ ഇലക്ട്രോൺസ് പെയറിങ് ചെയ്യാതെ EG ഓർബിറ്റൽസിലേക്ക് പോകും. കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അപ്പോൾ അത് പാരാമാഗ്നറ്റിക് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ അത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. അതായത് ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സീറോ ഗ്രേറ്റർ ദാൻ ആണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആദ്യം പെയർ ചെയ്യും. T2Gയിലെ ഓർബിറ്റൽസിൽ പെയർ ചെയ്യും കുറച്ച് അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അത് ഡയമാഗ്നറ്റിക് ആണ്. അപ്പം എങ്ങനെയാണ് പറഞ്ഞത്? ഡെൽറ്റ സീറോ ഗ്രേറ്റർ ദാൻ പി ആണ്, ലെസ് ദാൻ പി ആണെന്നുണ്ടെങ്കിൽ പെയറിങ് എനർജി, പി എന്ന് പറയുന്നത് പെയറിങ് എനർജി. അപ്പോൾ ഇലക്ട്രോൺസ് പെയറിങ് ചെയ്യാതെ ഇ ഓർബിറ്റൽസിലേക്ക് പോകും. ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺ പെയറിങ് ചെയ്യാതെ തന്നെ പോകും. എന്ന് പറഞ്ഞാൽ മണ്ണുള്ളത്. അപ്പോൾ കൂടുതൽ അൺപെയർഡ് ഇലക്ട്രോൺസ് അപ്പോൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് പാരാമാഗ്നറ്റിക് ആകുന്നത്. അതാണ് വീക്ക് ഫീൽഡ് ലിഗാൻസിൻ്റെ കാര്യം. ഹൈ സ്പിൻ കോംപ്ലക്സാണ്, അവർ മേളിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, മേളിലല്ലേ, അതുകൊണ്ട്. പിന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലോ സ്പിൻ കോംപ്ലക്സ്, അവർ താഴെയല്ലേ നിൽക്കുന്നത്. അപ്പം ഡെൽറ്റ സീറോ ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് ആദ്യം തന്നെ എന്ത് ചെയ്യും? പെയർ ചെയ്യും T2G ഓർബിറ്റൽസിൽ. അപ്പോൾ കുറച്ച് അൺപെയർഡ് ഇലക്ട്രോൺസ് കുറച്ച് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഡയമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പെയറിങ് നടക്കുന്നത് കേട്ടോ. വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡ് എങ്ങനെയാണ് പെയറിങ് നടക്കുന്നത് വെച്ചാൽ ഈ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ BB തിയറി വെച്ച് നമുക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അതാണ് അത് ഇവിടെ നമുക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ഓർ ലോ സ്പിൻ കേസ് അതിൻ്റെയൊക്കെ ഇതാണ് കാണിക്കുന്നത്. ആ ഫിഗറൊക്കെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ മെല്ലിക്കൻ സിമ്പിൾ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിൻ്റെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റിങ്ങിൻ്റെ സിമെട്രി പ്രോപ്പർട്ടീസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മെല്ലിക്കൻ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ ടി എന്ന് പറയുന്നത് ട്രിപ്പിളി ഡിജനറേറ്റ്, 3 ഓർബിറ്റൽസ് ഒരേ എനർജിയിൽ. ഇ എന്ന് പറയുന്നത് ഡബ്ലി ഡിജനറേറ്റ്. ജി എന്ന് പറയുന്നത് ജെറാഡ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഇൻവേർഷനോട് സമമാണ്. പിന്നെ അൺഗ്രേഡ്, ആൻറ്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഇൻവേർഷൻ. ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ 5D ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. T2G, DXY, DYZ, അങ്ങനെ DYZ പ്ലസ് EG ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. DZ², DX², Y². T2Gയിൽ DXYയും DXZും DYZും, EGയിൽ DZ²ഉം DX², Y². ഇപ്പോൾ ഇവിടെ T2G ട്രിപ്പിൾ ഡീജനറേറ്റ് ആണ്. T2G എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഡീജനറേറ്റ്, EG എന്ന് പറഞ്ഞാൽ ഡബിൾ ഡീജനറേറ്റ്. ഓക്കെ, ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ സ്പിൻ സ്റ്റേറ്റ്, ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ കോംപ്ലക്സുകളും നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേറ്റ്സ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ജോമെട്രി പ്രൊഡിക്ഷൻ ഉണ്ട്, കളർ ആൻഡ് സ്പെക്ട്ര ഉണ്ട്, DD ട്രാൻസിഷൻ ഇൻഫ്ലുവൻസ് കേട്ടോ, ടെറപ്പീൻസ് വരുന്നത്. പിന്നെ റിയാക്ടിവിറ്റി. പിന്നെ പെയറിങ് എനർജി പറഞ്ഞില്ല. പെയറിങ് എനർജി പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ ഓൾറെഡി ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് സ്പിന്നിൽ പുതിയ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യാനുള്ള എനർജിയാണ് പെയറിങ് എനർജി എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിൽ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ ഓപ്പോസിറ്റ് സ്പിന്നിൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് സ്പിന്നിൽ ഡി ഓർബിറ്റൽസ് ഓപ്പോസിറ്റ് സ്പിന്നിൽ ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെയറിങ് എനർജി എന്ന് പറഞ്ഞാൽ ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ദെൻ അതാണ് കാര്യം. അപ്പോൾ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ വേരിയസ് ജോമെട്രീസ്, ടെട്രാഹീഡ്രലുണ്ട്, സ്ക്വയർ പ്ലൈനർ കോംപ്ലക്സസ് ഉണ്ട്, അങ്ങനെയെല്ലാം. ഇനി മെറിറ്റ്സ് ഓഫ് CFT എന്നാണ് ചെയ്യുന്നത്. പ്രെഡിക്റ്റ് ജോമെട്രി ഓഫ് കോംപ്ലക്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നർ വേഴ്സസ് ഔട്ടർ ഓർബിറ്റൽ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രെഡിക്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ കളർ ചെയ്യുന്നുണ്ട്. അതായത് ഡി ട്രാൻസിഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രെഡിക്റ്റ് സൈറ്റ് പ്രിഫറൻസസ് ഇൻ സ്പെയിൻസൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് CFT. അപ്പം ആകെ മെറ്റൽ ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ SP ലിഗാൻസിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. കൺസിഡർ ചെയ്തിരിക്കുന്നത് മെറ്റൽ ഡി ഓർബിറ്റൽസിനെ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ചാർജസ്
പോയിന്റ് ചാർജസ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഒരു കളറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോർഡിനേഷൻ ഒരു കോമ്പൗണ്ടിലെ കളർ ഉണ്ടാകുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ലൈറ്റിന്റെ, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഒരു വൈറ്റ് ലൈറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് അടിച്ചാലുണ്ടല്ലോ ഒരു കോമ്പൗണ്ട് അതിൻ്റെ അകത്തുള്ള കുറച്ച് ലൈറ്റുകളെ വലിച്ചെടുക്കും, ബാക്കിയുള്ള ലൈറ്റിനെ അങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിനാണ് നമുക്ക് കോമ്പൗണ്ടിന്റെ കളറായിട്ട് കാണാൻ കഴിയുക. അതായത് ഒരു കോമ്പൗണ്ടിലോട്ട് ഒരു വൈറ്റ് ലൈറ്റ് അടിച്ചാൽ ഫ്രീക്വൻസി അതിൽ കുറച്ച് ഫ്രീക്വൻസിയുള്ള ലൈറ്റിനെ ഇപ്പം വലിച്ചെടുക്കും, ബാക്കിയുള്ള ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ് ഈ കോമ്പൗണ്ടിൻ്റെ കളറായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഒരു കോമ്പൗണ്ടിന് ഇപ്പോൾ യെല്ലോ കളറാണെങ്കിൽ യെല്ലോ കളർ ഒഴികെ ബാക്കിയുള്ള കളറിനെയൊക്കെ ഇതിനെ വലിച്ചെടുക്കുന്നു, ബാക്കിയുള്ള എല്ലാ കളറിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിന് യെല്ലോ കളറായിട്ട് കാണാം. ബ്ലൂ കളറായിട്ടൊക്കെ ആണെങ്കിൽ ബ്ലൂ കളർ ഒഴികെയുള്ള ബാക്കി എല്ലാ കളറിനെയും എനിക്ക് ഒരു കോമ്പൗണ്ട് വലിച്ചെടുക്കും, എന്നിട്ട് ബ്ലൂ കളറിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ആ കോമ്പൗണ്ടിനെ നമുക്ക് ബ്ലൂ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി അബ്സർവ് ചെയ്തിട്ടെടുത്ത ലൈറ്റ് വെച്ചാണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ എനർജി ഡി ഓർബിറ്റൽസിൻ്റെ ഹയർ എനർജി ഡി ഓർബിറ്റൽസിലേക്ക് പോകും, ഡി ട്രാൻസിഷൻ നടക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുന്ന് ലോവർ എനർജി, ഇപ്പോൾ ഇവിടുത്തെ കാര്യം നമുക്കിവിടെ താഴെ 3 ഉണ്ടായിരുന്നു, മേളിൽ 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോവറാണിത്. ലോവറിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ ഡി ട്രാൻസിഷൻ നടക്കുന്നത്. ഡി ഓർബിറ്റൽസ് എന്നല്ല ഇലക്ട്രോൺസ് അങ്ങോട്ട് ജമ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത്, കളർ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിഗാൻഡ് വരുമ്പോൾ ആ ലിഗാൻഡിൻ്റെ നെഗറ്റീവ് ഫീൽഡ് കാരണം നല്ലപോലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ലിഗാൻഡുകളെയാണ് നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഇനി ലിഗാൻഡുകൾക്ക് ചെറുതായിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടെന്നാൽ വരുന്ന ലിഗാൻഡിൻ്റെ നെഗറ്റീവ് ഫോഴ്സ് കാരണം ലിഗാൻഡുകൾക്ക് ചെറുതായിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതുമാണ് നമ്മുടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോ സ്പിൻ ഹൈ സ്പിൻ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പം മെറ്റാലിക് ലിഗാൻഡ് ബോണ്ട് അയനിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോവലന്റ് ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതേ ഇല്ല. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ലിഗാൻഡുകൾ കാരണമാണ് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ലിഗാൻഡുകളുടെ എന്താണ് കാരണം? ലിഗാൻഡുകളുടെ നെഗറ്റീവ് ഫീൽഡാണ് സ്പ്ലിറ്റിങ്ങിന് കാരണം. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ്, ആനിയോണിക് ലിഗാൻഡ് ന്യൂട്രൽ ലിഗാൻഡുകളായിരിക്കുമല്ലോ നല്ലപോലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാം. ഇപ്പം സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ വരുമ്പോഴത്തേക്കും ഒരു സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഇതാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ആ ഒരു ഓർഡർ. ഓക്കെ, ഈ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ലിഗാൻഡുകളല്ല, നമ്മളുടെ ഇപ്പോൾ ഒരു ലിഗാൻഡ് വരുമ്പോൾ ആ ലിഗാൻഡിൻ്റെ നെഗറ്റീവ് ഫീൽഡ് കാരണം നല്ലപോലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ലിഗാൻഡുകളെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലിഗാൻഡുകൾക്ക് ചെറുതായിട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അതിനെ നമുക്ക് വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയാം. അപ്പോൾ ലിഗാൻഡുകൾക്ക് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ അപ്പോൾ ലിഗാൻഡുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അവയെ നമ്മളിങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. അപ്പോൾ ഇയാൾക്കായിരിക്കും ഏറ്റവും കുറവ് സ്പ്ലിറ്റിംഗ്, ഇയാൾക്ക് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആർക്കാ? CO നെഗറ്റീവ് ഫോഴ്സ് കൂടുതലുള്ളത് CO. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലിഗാൻഡുകൾ കാരണമാണ് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ലിഗാൻഡുകളുടെ നെഗറ്റീവ് ഫോഴ്സ് കാരണം, നെഗറ്റീവ് ഫീൽഡ് കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ്, ആനിയോണിക് ന്യൂട്രൽ ലിഗാൻഡുകളായിരിക്കുമോ നല്ലപോലെ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത്? നെഗറ്റീവ് ചാർജുള്ള ആനിയോണിക് ലിഗാൻഡുകളായിരിക്കും. ആനിയോണിക് ലിഗാൻഡുകളാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, നെഗറ്റീവ് ചാർജാണ് സ്പ്ലിറ്റിങ്ങിന് കാരണമെങ്കിൽ ആനിയോണിക് ലിഗാൻഡാണ് സ്പ്ലിറ്റിംഗ് കൂടുതൽ ഉണ്ടാക്കാമെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത് ആനിയോണിക് ലിഗാൻഡായിരിക്കും, കുറവ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത് ന്യൂട്രൽ ലിഗാൻഡുകളായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിക്കേ, സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഇപ്പോൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് നോക്കിയാൽ ന്യൂട്രൽ ലിഗാൻഡുകളൊക്കെ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. കണ്ടോ? റൈറ്റ് സൈഡിലാണ്. NH3 പോലെയൊക്കെയുള്ള എല്ലാവരും റൈറ്റ് സൈഡിലാണ്. നെഗറ്റീവ് ഫീൽഡുള്ള ആൾക്കാരൊക്കെയാണ്
ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോകുമ്പോൾ ഇവർക്കല്ലേ ഏറ്റവും കൂടുതലുള്ളത്, കൂടുതൽ ഇവർക്കല്ലേ കാണിക്കുന്നത്, അപ്പോൾ ഇവർക്ക് കുറവാണെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അനുസരിച്ച് ഇങ്ങനെയാണ്. അപ്പം നെഗറ്റീവ് ചാർജ് ഉള്ളവരെ ലെഫ്റ്റിൽ കിടക്കുക. അതെന്താ അങ്ങനെയെന്ന് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയോറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതും ക്രിസ്റ്റൽ ഫീൽഡ് തിയോറിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് അതാണ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്നാൽ ലിഗാൻഡ്സ് റാങ്ക് ചെയ്യാനാണ്, സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അനുസരിച്ച്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ആണ് ലാർജ് ലോ സ്പിന്, വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് ആണ് ഹൈ സ്പിന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. നന്നായിട്ട് വീഡിയോസ് കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, നന്നായിട്ട് വീഡിയോസൊക്കെ കണ്ട് നല്ല രീതിയിൽ റെഫർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.